താങ്ക് യു. കൊച്ചിൻ ഗിന്നസിൻ്റെ വിനീതമായ കൂപ്പുകൈ. പ്രിയമുള്ളവരെ, ഞങ്ങളിതാ വീണ്ടും ഗൾഫ് നാടുകളിൽ എത്തിയിരിക്കുകയാണ് മാർജിൻ ഫ്രീ കോമഡി ഷോയുമായി. ഞങ്ങളുടെ കഴിഞ്ഞ പ്രോഗ്രാമായ ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോയ്ക്ക് നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനത്തിനും ആദ്യമായി തന്നെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ഓർഗനൈസറായ സൂപ്പർ സ്റ്റാർ ഓഡിയോസ് ആൻഡ് വീഡിയോസിന്റെ ഉടമസ്ഥൻ മിസ്റ്റർ അസീസിനും സാൻപോക്കിന്റെ സാരഥികളായ ദിലീപ്, സജി എന്നിവർക്കും UAE ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സായ അബ്ദുൽ ഖാദർ, നാസർ എന്നിവരോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഗൾഫിലെത്തുന്ന ഏതു കലാസംഘത്തിൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹം നല്ലൊരു സംഘാടകന്റെ കൂടെ ഗൾഫ് നാടുകളിൽ എത്തുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും തീർത്തും സംതൃപ്തരാണ്. കാരണം സൂപ്പർ സ്റ്റാർ ഓഡിയോസ് ആൻഡ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് മാത്രമല്ല ലോകമെമ്പാടും പേരും പ്രശസ്തിയുമുള്ള ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന്റെ സാരഥിയായ അസീസ് കായുടെ നേതൃത്വത്തിൽ ഇവിടെ എത്താൻ സാധിച്ചതിൽ ഞങ്ങൾ ആദ്യമായി തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അല്പനേരം നിങ്ങളെ ഏവരെയും ഹാസ്യത്തിന്റെയും നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും ലോകത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇതാ മാർജിൻ ഫ്രീ കോമഡി ഷോ. കഞ്ഞി വെക്കാത്ത അടുപ്പിൽ പൂച്ച പെറ്റുകിടക്കുന്ന ആ പൂച്ചയൊക്കെ തല്ലി ഒഴിച്ച് വണ്ടി ഒരുവിധം മുമ്പിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഓരോരുത്തർ വന്നിട്ട് എനിക്ക് സ്പീഡില്ല, മറ്റേതില്ല, മറിച്ചതില്ല. ഡീസലില്ലാത്ത വണ്ടി എങ്ങനെ സ്പീഡിൽ ഓടിക്കും? അഥവാ എവിടുന്നെങ്കിലും ഒരിത്തിരി വായ്പ എടുത്ത് ഡീസൽ അടിക്കാൻ വിചാരിച്ചാൽ എൻ്റെ കൂടെയുള്ളവർ തന്നെ മുമ്പിൽ നിന്നും പിന്നിൽ നിന്നും കുത്തലോട് കുത്തലാണ്. ഇപ്പതേ കേരളത്തിലെ കുറച്ച് മിമിക്രി പിള്ളേർ ഒരു നാടകമൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അവരും കയറുന്നത് എൻ്റെ മെക്കിട്ടാണ്. ഗൾഫ് മലയാളികളായ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ വണ്ടി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, രാഷ്ട്രീയ നാടകമാണ് അടുത്തതായിട്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉയർത്തി കാണിക്കുവാനോ താഴ്ത്തിക്കെട്ടുവാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഹാസ്യത്തിന് വേണ്ടി മാത്രം അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നാടകം. പ്രിയ സമ്മതിദായകരെ, കായംകുളം KSCB തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു ഹെവി വോൾട്ടേജ് നാടകം പാർട്ടി ചിത്ര താഴ്. മണിച്ചിത്രത്താഴ് എന്ന മലയാള സിനിമയെ ആസ്പദമാക്കി കേരളത്തിലെ രാഷ്ട്രീയാചാര്യന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ഭീകര നാടകം. നിങ്ങളേവരുടെയും സമ്മതിദാനാവകാശം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു പാർട്ടി ചിത്രത്താഴ്. അൻ്റപ്പ, ഇവിടെ ആരുമില്ലേ? നിയമസഭയിൽ ഒരു മനുഷ്യൻ്റെ അനക്കം പോലുമില്ല, വെട്ടവുമില്ല, വെളിച്ചവുമില്ല. എങ്ങനെ ഉണ്ടാവന? ഓർക്കട്ടല്ലേ? അൻ്റപ്പ ഇറങ്ങി വരാനാ പറഞ്ഞത്. 6 മാസ സമയം ഞാൻ തന്നു. ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. ഇറങ്ങി വരാൻ. അയ്യോ, വേണ്ട വേണ്ട, എന്നെ പേടിപ്പിക്കണ്ട. അടുക്കൂടാതെ. ഞാൻ മോശക്കാരനിക്ക് മോശക്കാരൻ, നല്ലവനിക്ക് നല്ലവൻ. എന്നോട് കളിക്കരുത്. ഞാൻ ഒരു തടവ് சொன்னால் അത് 100 തടവ് சொன்ன മാതിരി. എന്റെ ദൈവമേ, എന്റെ മോൾ പപ്പിക്കുട്ടിയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്? ഞാൻ ആ തെക്കിനിയിലുള്ള KTDCയുടെ വാതിൽ തുറന്നപ്പോൾ പറയൂ, പാമ്പാണോ? അല്ല, ഒരു ചിലങ്കയുടെ കിലുക്കം. എന്റെ ഗുരുവായൂരപ്പ, ആരെങ്കിലും ആ ഭാഗത്തേക്ക് പോകൂ. വർഷങ്ങളായി വ്യാജരേഖകൾ വച്ച് പൂട്ടിയിരിക്കുന്ന മുറിയാണത്. ഈയിടയ്ക്ക് ഒരുത്തി അതിൻ്റെ ഉള്ളിൽ കയറി. നമ്മുടെ ശോഭന, അവൾക്കിപ്പോൾ വ്യാജരേഖ ബാധ കൂടിയിരിക്കുകയാണ്. രക്ഷപ്പെടാൻ അവൾ ബോധം കെട്ടിവരെ നോക്കി, പക്ഷെ നടന്നില്ല. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ അച്ഛാ? ചെയ്തു, പക്ഷെ ലോകത്തൊരു സ്ത്രീയോടും ഇത്ര ക്രൂരത കാട്ടാൻ പാടില്ല. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? നാളെ നിനക്കും ഇങ്ങനൊരു അവസ്ഥ വന്നുകൂടായികയില്ല. ഓ ശരിയാ, അച്ഛൻ്റെ അല്ലേ മോള്? അതെ, അതുകൊണ്ടാണല്ലോ നിനക്ക് KTDCയും നിന്റെ ചേട്ടന് KPCCയും തന്നത്. പക്ഷേ ചേട്ടൻ എല്ലാ കാര്യത്തിലും എനിക്കെതിരെ കുറ്റം ആരോപിക്കുകയാണല്ലോ. അങ്ങനെ തന്നെ വേണം. അവൻ നിന്നെ എതിർക്കണം, നീ അവനെ എതിർക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ എതിർക്കണം. അങ്ങനെ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. എങ്കിലേ ഒരു കാലത്ത് ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കൂ.
പക്ഷേ ഈയിടെ നിന്റെ ചേട്ടൻ ഇത്തിരി ഓവറാകുന്നില്ലേ എന്നൊരു സംശയം. ആ അച്ഛന് ഒരു വിഷമേ ഉള്ളൂ. എന്താച്ചാ? എൻ്റെ 2 മക്കളുടെ കാലം കഴിഞ്ഞാൽ എന്നെ ആര് നോക്കും? ഏ? അയ്യോ, ആരാത്? ആരാത്? എടോ ഇത് ഞാനാടോ. ഗുരുവായൂരപ്പ, താനായിരുന്നോ? മനുഷ്യരെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഒരു ചിരിക്കുറുക്ക നടക്കുന്നു. എടോ തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, അസമയത്ത് ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് ഇങ്ങനെ കറങ്ങി നടക്കരുതെന്ന്. പോരാത്തതിന് ഇന്ന് ഏപ്രിൽ 1 ചാരായം നിർത്തിയ ദിവസം. ചാരായം കിട്ടാതെ മരിച്ചവരുടെയും കരണ്ട് ബില്ല് കണ്ട് പേടിച്ചു മരിച്ചവരുടെയും ആത്മാക്കൾ ഇറങ്ങി നടക്കുന്ന ദിവസമാണ് കേട്ടാ. അതിന് കാരണക്കാരൻ വേറെ ആരുമല്ല, അകത്ത് മുഖ്യമന്ത്രി കസേരയിൽ കൂടിയിരിക്കുന്ന ബാധയാണ്. അതെ അങ്കിൾ, മുഖ്യമന്ത്രി കസേരയിൽ കൂടിയിരിക്കുന്ന ബാധയെ എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കണം. ഈയിടെ KTDCയിലും KPCCയിലും ആ ബാധയുടെ ശല്യം കൂടിയിട്ടുണ്ട്. അതാണോ പപ്പിക്കുട്ടിക്ക് ഇത്ര വിഷമം? അതൊന്നുമല്ല അങ്കിൾ, പിന്നെ എനിക്കൊരു മന്ത്രിയാവണം. അതിനൊരുപാട് കടമ്പകളുണ്ട് കേട്ടാ. തെരഞ്ഞെടുപ്പിൽ നിൽക്കണം, ജയിക്കണം, പിന്നെ MLA ആകണം. വേണ്ട, കല്യാണം കഴിക്കണമെന്നില്ല കുട്ടികളുണ്ടാവാൻ. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. അയ്യോ, പേടിക്കണ്ട, അതാ ജാനുവിന്റെ ബാധയാ. അവളെന്തിനാ ഇവിടെ കറങ്ങി നടക്കുന്നേ? ആ 5 ഏക്കർ ഭൂമി പതിച്ചേരണോന്നും പറഞ്ഞ് ആ ബാധ ഇപ്പോഴും സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തെ കുടില് കെട്ടാൻ സ്ഥലവും നോക്കി കറങ്ങി നടക്കുക. മോളെ പപ്പിക്കുട്ടി, എന്താച്ചാ? നേരം സന്ധ്യയായി. KTDCയിൽ വിളക്ക് തെളിക്കൂ. ശരി അച്ഛാ. എടോ, തനിക്ക് പ്രേതത്തിലൊന്നും വിശ്വാസമില്ലേ? താൻ ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാടോ മറ്റു പിശാചുക്കളെ പേടിക്കുന്നത്? തൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായില്ലോ, അയാളിതെവിടെ പോയി കിടക്കുക? ആവോ, ആ ബാധ എവിടെ പോയി കിടക്കുകയാണാവോ? അടുക്കരുത്, അടുക്കരുത്. താനായിരുന്നോ? താൻ എന്തിനാണോ കുറിച്ച് ഞങ്ങളെ പേടിപ്പിക്കണത്? എന്റെ നേരെ കുറച്ച പട്ടിയെ അതിലും ഉറക്കെ കുറച്ചു ഞാൻ ഓടിച്ചു. താൻ എന്തിനാടോ കുരച്ചത്? തൻ്റെ മോന്താങ്ങാനും ആ പട്ടി നേരെ ചൊവ്വേ കണ്ടിരുന്നെങ്കിൽ ആ പട്ടി പേടിച്ച് പനി പിടിച്ച് ചത്തേനെ. വെറുതെ എന്നെ കൊണ്ട് മുഖം കറുപ്പിച്ച് സംസാരിപ്പിക്കരുത്. ഈ മുഖം ഇതിൽ കൂടുതൽ കറുത്താൽ അതെന്ത് കളറായിരിക്കും എന്റെ ഗുരുവായൂരപ്പ? റൈറ്റ്. എടോ, ആദ്യം തന്നെ മസിൽ പിടുത്തൊന്ന് അവസാനിപ്പിക്ക്. അത് തന്നെ, ഇത് ഏതാണ്ട് തമിഴൻ ലോറിയുടെ മുമ്പിൽ തവള മസിൽ പിടിക്കണ പോലെയാണ്. കഷത്തിനാ ഇഷ്ടെടുത്ത് കളറോ? പിന്നെയും വലിച്ചു കയറ്റാണ്. എങ്ങനെ ഈ നാട്ടിൽ അന്തരീക്ഷ മലിനീകരണം ഇല്ലാതിരിക്കും? ഉള്ള ശുദ്ധവായു മൊത്തം ഇങ്ങേര് വലിച്ചു കയറ്റി പിടിച്ചിരിക്കുകയാണ്. എടോ അച്ചുമാമ, താൻ ഇത്രയും കാലമായിട്ടൊന്നും മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ എങ്ങനെ മുഖ്യമന്ത്രിയാകും? ഞാൻ ജയിക്കുമ്പോൾ പാർട്ടി തോക്കും, പാർട്ടി ജയിക്കുമ്പോൾ ഞാൻ തോൽക്കും. പിന്നെ ഞാൻ എങ്ങനെ മുഖ്യമന്ത്രിയാകും? അത്തിക്ക പഴുക്കുമ്പോ കാക്കക്ക് വായ്പുണ്ണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇയാളുടെ കാര്യം. പക്ഷേ എവരിഡോ ഹാസ് എ ഡേ. എന്ന് വെച്ചാൽ ഏത് പട്ടിക്കൊരു ദിവസം ഉണ്ടെന്ന്. അത് ശരിയാ. പക്ഷെ ആ ദിവസം വരുമ്പോ പഞ്ചായത്തിൽ നിന്ന് പട്ടിപിടുത്തക്കാർ വന്ന് ആ പട്ടിയെ പിടിച്ചുകൊണ്ട് പോകാതിരുന്നാ മതി. സർക്കാർ നീതി പാലിക്കുക, വൈദ്യുതി ചാർജ് കുറയ്ക്കുക. ആ കേട്ടില്ലേ, ആത്മാക്കളുടെ ശബ്ദമാ. എടോ അച്ചുമാമ, തനിക്ക് ഈ പ്രേതത്തിനൊന്നും പേടിയില്ലേ? പ്രേതം വന്നാൽ ഞാൻ കുരിശെടുത്തു പിടിക്കും. അതിന് കുരിശെവിടെ? തന്നെ ഞാൻ എടുത്തു വട്ടം പിടിച്ചാ പോരെ, കുരിശായില്ലേ? നിങ്ങൾ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ മുഖ്യമന്ത്രി കസേരയിൽ കൂടിയിരിക്കുന്ന ഈ ബാധയെ ഒഴിപ്പിക്കാനുള്ള പണി നോക്ക്. ബാധയെ ഒഴിപ്പിക്കാൻ സമർത്ഥനായ ഒരു മന്ത്രവാദിയെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആരാണോ ഈ മന്ത്രവാദി? മറ്റാരുമല്ല, മേൽപ്പത്തൂർ മേപ്പാടൻ.
അയാളെ കൊണ്ട് വല്ലതും നടക്കുവോ? അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ദേഹത്തുകൂടിയ മോണിക്ക എന്ന് പറയുന്ന ബാധയെ ഒഴിപ്പിച്ചതാരാ? ആരാ? ഈ മേപ്പാടൻ. ഈ മേപ്പാടൻ ഇന്നെങ്ങാനും കെട്ടിയെടുക്കോടോ? ദാ വരുന്നു മേൽപ്പത്തൂർ മേപ്പാടൻ. ഇതാണല്ലേ ബാധ? ഈ ബാധയല്ലടോ, അകത്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ബാധയാണ് ഒഴിപ്പിക്കേണ്ടത്. മനസ്സിലായി. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവം വിഘ്നോപശാന്തേ. ഓം കാളി മഹാകാളി ഭദ്രകാളി അക്കാളി ഇക്കാളി തക്കാളി അരുഗുരുവെ പ്രതികടമേ ചെകിടമേ കണ്ടം പൂച്ചി അച്ഛയും മക്കളും വേലിക്ക് പുറത്ത് സ്വാഹ. വാത്സ്യാരമ്മ എത്തി നോക്കി ചട്ടകം തൊട്ടുനക്കി സ്വാഹ. ഓം താടി വാലക്കാര കൊമ്പം വീശക്കാര കാഷായ വേഷക്കാര ഞാൻ വരച്ച വരയിൽ വന്നില്ലെങ്കിൽ കരിങ്കോഴിയുടെ ചങ്കും കരലും തുറന്നെടുത്ത് ഞാൻ പഠിക്കാത്ത മന്ത്രങ്ങൾ ചൊല്ലി ചുട്ട കോഴിയെ തീറ്റിക്കും ഞാൻ സ്വാഹ. എടുത്താൻ പഴഞ്ചൊല്ലി പറഞ്ഞു കളിക്കാതെ ബാധ ഒഴിപ്പിക്കാൻ നോക്കേ. എങ്കിൽ ഞാൻ കബഡി കളിച്ചു നോക്കാം. അല്ല, കബഡി നിരത്തി നോക്കാം. എന്നെ കാണുമ്പോ തിരുവറിയുന്ന എന്റെ വല്യച്ഛ എന്റെ പെങ്ങളെ ഒളിച്ചോടി പോയ കാളി. പ്രശ്നമാണ്. നിയമസഭയിലുള്ളവർക്ക് ഇത് ശനി ദശയാണ്. ഐ ഗ്രൂപ്പിന് 7.5 ശനിയും എ ഗ്രൂപ്പിന് കണ്ടക ശനിയുമാണ്. ആയതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇത് ശുക്രദശയാണ്. കറക്റ്റാണ്. അകത്ത് മുഖ്യമന്ത്രി കസേരയിൽ കൂടിയിരിക്കുന്ന ബാധയെ ചില്ലറക്കാരനല്ല, പിന്നെ പണക്കാരനാണോ? 5 വർഷത്തേക്ക് കൂടിയിരിക്കുന്ന ബാധയാണ്. എങ്ങനെയെങ്കിലും ഈ ബാധയൊന്ന് ഒഴിപ്പിക്കണം. എല്ലാം ഞാൻ ഏറ്റു. ഞാൻ പറയുന്ന മന്ത്രങ്ങൾ നിങ്ങൾ ഏറ്റു ചൊല്ലണം. മന്ത്രോച്ചാരണം ഉച്ചസ്ഥായിയിൽ എത്തുമ്പോൾ അകത്ത് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ബാധ പൂർവാധികം ശക്തി പ്രാപിക്കും. എന്റെ അമ്മോ! ഈ ബാധയെ മന്ത്രവാദക്കളത്തിൽ എത്തിക്കാൻ എനിക്ക് ലീഡറുടെ സഹായം വേണം. ഞാൻ തയ്യാർ. കാരണം ശത്രുവിനെ കാണുമ്പോൾ ബാധ പാഞ്ഞു വരും. വരാന്ന് പറഞ്ഞിട്ട് ബാധ വരാതിരിക്കരുത്. വരാതിരുന്നാലോ എന്റെ പരാതി തീരൂല. ഇനി സമയം കളയാനില്ല. മന്ത്രോച്ചാരണങ്ങൾ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യാൻ പിടിക്കുന്നത് പോലെ കൈ നീട്ടിപ്പിടിക്കൂ. പിടിച്ച്. ഇത് പിരിവിന് പോകുമ്പോ കൈ പിടിക്കും പോലെ പിടിക്കാതെ തിരിച്ചു പിടിക്കൂ. തിരിച്ചു പിടിച്ച്. ഓം മന്ത്രി കസേരയായ നമഃ. ഓം മന്ത്രി കസേരയായ നമഃ. ഓം പാരവെപ്പായ നമഃ. ഓം പാരവെപ്പായ നമഃ. ഓം കാലുവാരലായ നമഃ. ഓം കാലുവാരലായ നമഃ. ഇനി ആ കയ്യിലിരിക്കുന്ന ആ ഉലുവ കുറച്ച് ഹോമകുണ്ടത്തിലേക്ക് ഇട്ടോളൂ. അതേ ഇട്ട്. ഇനി ലീഡറുടെ കയ്യിലുള്ള പാമോയിൽ കുറച്ചങ്ങോട്ട് ഒഴിച്ചോളൂ. 1/2 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്, അത് മതിയോ? ഇനി അച്ചുമാമന്റെ കയ്യിൽ വെട്ടിനിർത്തിയ മരത്തിന്റെ കൊമ്പോ വേരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടോളൂ. ദാ ഇട്ടു. ഏറ്റു ഏറ്റു. ഇനി എല്ലാവരും മുഖ്യമന്ത്രി കസേര മനസ്സിൽ ധ്യാനിച്ച് അവരവരുടെ തെരഞ്ഞെടുപ്പ് പത്രിക കീറി ഈ ഹോമകുണ്ടത്തിലേക്ക് ഇട്ടോളൂ. ബാധ പൂർവാധികം ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. ഇരിക്കാനാ പറഞ്ഞത്? എന്നെ പേടിപ്പിക്കണോ? ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്? ഈ ബാധ എന്താണോ ഒന്നും മിണ്ടാത്തത്? ഇതാണ് ഈ ബാധയുടെ ഏറ്റവും വലിയ കുഴപ്പം. ആരെന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും വളരെ പൈശാചികമായും മൃഗീയമായും പറയുന്നു. 5 വർഷം തികയാതെ ഞാൻ ഈ കസേരയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല. ഓഹോ, എന്നാൽ ഇന്നാ പിടിച്ചോ. ഒഴിഞ്ഞു പോകാൻ വിടമാട്ടെ, എന്നെ ഭരിക്ക വിടമാട്ടെ. എന്നേക്ക് ഏപ്രിൽ 1 ദുർഗാഷ്ടമി ചാരായൻ നിർത്തിയ മാതിരി நான் உங்களை எல்லாம் இந்த நாட்டில் നിന്ന് തുരത്തി വിടുവേ. ഒഴിഞ്ഞു പോകാൻ ഇല്ല ഇല്ല, ആരെന്തൊക്കെ പറഞ്ഞാലും இந்த സെക്രട്ടേറിയറ്റ് இல்லம் വിട്ട് ഞാൻ പോക முடியாது. ഓഹോ, ഒഴിഞ്ഞു പോകാൻ എന്തു വേണം? വളരെ പൈശാചികമായും വളരെ മൃഗീയവുമായി എനിക്ക് ചോര വേണം. ഈ നയൻജിയുടെ ചോര മതിയോ? എന്റെ കർത്താവേ, അത് കുടിച്ചാ ഞാൻ കോമഡി പറഞ്ഞ് ചാകും. എങ്കിൽ ഈ അച്ചുമ്മാവന്റെ ചോര തരട്ടെ. വേണ്ട, എനിക്ക് മസിൽ പിടിച്ച് ശ്വാസം മുട്ടി മരിക്കാൻ വയ്യ. പിന്നെ ആരുടെ ചോര വേണം? എനിക്ക് ഇങ്ങേരുടെ എന്റെ ഗുരുനാഥന്റെ ചോര വേണം. ഞാൻ തരില്ല. തരമാട്ടെ. ലീഡറെ, என் கூட நடந்து என்னுடைய எல்லாம் என்று நடித்து எனக்காக பார வைத்து என் சோரை ஊட்டி கொடுத்த லீடரே, விடமாட்டேன்
ഉണ്ണനാ വിടമാട്ടെ. അയ്യോ അയ്യോ, പാല് കൊടുത്ത കൈക്കേറ്റ് തിരിച്ചു കളിക്കണേ, ഓടിവായോ. പേടിക്കണ്ട, അടിച്ചാലും മുറിയില്ല, അത്രക്ക് തൊലിക്കട്ടിയ. ബാധ വിട്ടുമാറി. പിടിച്ചോ പിടിച്ചോ, ഇനി എഴുന്നേൽപ്പിച്ചോളൂ. എഴുന്നേക്കടോ എന്തപ്പാ. അല്ല ഞാനിത് എവിടെ, എനിക്കൊരു പിടിയും കിട്ടില്ലല്ല. അച്ഛമാവ ഞാനിത് എവിടെ, കോമഡിയമ്മ എനിക്കൊരു ഒരു പിടിയും കിട്ടില്ലല്ല. എടോ അഞ്ചപ്പ, തനിക്ക് 2 വർഷമായിട്ട് മുഖ്യമന്ത്രിയുടെ ബാധ കൂടിയിരിക്കായിരുന്നു. ആ ബാധ ഒഴിപ്പിച്ചത് ഈ മേപ്പാടാണ്. മനസ്സിലായി, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. കഴിഞ്ഞ 2 വർഷമായിട്ട് മനസ്സമാധാനം എന്താണെന്ന് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴെങ്കിലും കുറച്ച് മനസമാധാനം കിട്ടിയല്ലോ. ആ മനസ്സമാധാനം കിട്ടി. പക്ഷേ ദേ ഇതിങ്ങളുടെയൊക്കെ മുഖം കണ്ടപ്പോൾ ഉള്ള മനസ്സമാധാനം വീണ്ടും പോയില്ലേ. ആ പിന്നെ ആരും അങ്ങോട്ട് സമാധാനിക്കണ്ട. ഒഴിഞ്ഞുപോയ ബാധ ഈ പരിസരത്തുള്ള ആരുടെയെങ്കിലും ദേഹത്ത് കൂടാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അയ്യോ, എന്താണോ, എന്തു പറ്റി? ഞാനിവിടെ കുന്തം പോലെ നിന്നിട്ട് എന്റെ ദേഹത്തു കയറാതെ പോയല്ലോ. മനസാക്ഷിയില്ലാത്ത ബാധ. അയ്യോ, ദേ ഒഴിഞ്ഞു പോയ ബാധ പപ്പിക്കുട്ടിയുടെ ദേഹത്തു കൂടിയേ. നോക്കി നിൽക്കാതെ ആ ബാധയെ ഒഴിപ്പിച്ച് എന്റെ ദേഹത്തു കയറ്റൂ. ഞാൻ ആ മുഖ്യമന്ത്രി കസേരയിലൊന്നിരിക്കട്ടെ. ഞാൻ ഈ ജന്മം മുഴുവൻ മന്ത്രവാദം ചെയ്താലും ഈ ബാധ ആ ദേഹത്ത് കയറുമെന്ന് തോന്നുന്നില്ല. ഒഴിഞ്ഞു പോകാൻ, ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. തൊട്ടുപോകരുത് അവളെ. അതെന്താണോ? അവളുടെ ശരീരത്തിൽ കൂടി ആ ബാധ ഒഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളാ കസേരയിൽ തന്നെ ഇരിക്കട്ടെ. അതെന്തിനാണാവോ? അവളാ കസേരയിൽ ഇരുന്നാലും ഭരണം നടത്തുന്നത് ഞാനായിരിക്കും, അല്ലേ പപ്പിക്കുട്ടി? പിന്നെ അതങ്ങ് പരമനെ പള്ളിയെ പോയി ചൊല്ലിയാ മതി. ഇത് ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. ഗുരുവായൂരപ്പാ, ഇവളെന്താണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അതങ്ങനെ വരൂ. കുഞ്ഞിനെ മരം കേറാൻ പഠിപ്പിക്കണോ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ആശുപത്രി. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആശുപത്രിയിൽ കയറാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. ഇവിടെ ഇതാ നാട്ടിൻ പുറത്തെ ഒരു സർക്കാർ ആശുപത്രി. ഈ സർക്കാർ ആശുപത്രിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്റെ ദൈവമേ, രാവിലെ തുറന്നു വെച്ച ആശുപത്രിയാ, ഒരൊറ്റ മനുഷ്യനില്ല. കണക്കിന് പോയി ഇത് തല്ലിപ്പൊളിച്ച് ഞാൻ വേറെ വല്ല പണിക്കും പോകും, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമസ്കാരം. ഇവിടെ നമസ്കാരം ഇങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെയല്ല. അതാണ് എന്റെ കുഴപ്പം. എന്തെന്ന്? ഈ കൈ മടങ്ങിയില്ല, താഴത്തേക്ക് പോവുകയില്ല. അതാണ് കുഴപ്പം. അതെ, അതെ. കൈ താഴില്ല, ഇല്ല. ഇതാണ് പ്രശ്നം. അതെ. നോ ഹാൻഡ് ബ്രിങ് അപ്പ് യുവർ ബോഡി. അതെ അതെ അല്ലേ? അതെ. ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ. അതെ. പിന്നെ ഭയങ്കര സ്പെഷ്യലിസ്റ്റ്. എനിക്ക് വിശ്വാസമാണ്. ഞാൻ നോക്കട്ടെ. ആ ശരിയാക്കോളൂ. ഇതാണ് ഇതിന്റെ കുഴപ്പം. ഇതെന്ത് പ്രശ്നം? ഇത് കൈയാണ്, ഇത് ഇങ്ങോട്ട് മാറി. നിനക്ക് വല്ല ടോള് പിരിവിനും പോയി ജീവിക്കാൻ പാടില്ല. നോക്കട്ടെ ഏട്ടാ. ഇതാണ് കുഴപ്പം. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ഇതാണ് പ്രശ്നം അല്ലേ? വേറെ ഡോക്ടർമാരെ കാണിച്ചോ? പിന്നെ പല ഡോക്ടർമാരെ കാണിച്ചു, ഒരു കുറവില്ല. ഒരു കുറവുമില്ല. എല്ലാവരും കാണിച്ചിട്ട് അവസാനമാണ് എന്നെ കാണാൻ വന്നല്ലേ? ഒരു കുറവുമില്ല. ഒരു കുറവില്ല. ഒരൊറ്റ മിനിറ്റ് ഞാൻ മാറ്റി തരട്ടെ. പെട്ടെന്ന് മാറ്റിച്ചാ നേഴ്സുമാർക്ക് ആകെ നടക്കടായിരുന്നു. കൈ താന്നില്ലേ? അയ്യോ, കൈ ശരിയായി. കൈ താന്നു. എന്റെ ദൈവമേ, പലരെ കാണിച്ചിട്ട് ശരിയാക്കാൻ ഭയങ്കര പരിപാടിയല്ലേ ഞാൻ? വലിയ ഉപകാരം കേട്ടാ. ഫീസ് ഫീസ് എടുത്തില്ല. ഇങ്ങനെ കൈ ഇരുന്നാ പേഴ്സ് എടുക്കാൻ പറ്റില്ല. കൈ ഇങ്ങനെ ഇരുന്ന ആരും ഫീസ് എടുക്കാതെ വന്നേക്കണം. ഫീസ് എടുത്തില്ല. ഫീസ് എടുത്തില്ലല്ലേ? അപ്പൊ നീ ഫീസ് എടുത്തിട്ടില്ല അല്ലേ? കുഞ്ഞിക്കുഞ്ഞായിട്ട് പോയിക്കോ. ആരെങ്കിലും 10 വയസ്സ് എന്നൊന്നും ചെയ്യല്ലേ. എനിക്ക് കയ്യെത്താൻ പറ്റി പോയതാ. മേലല്ല ഇനി ഞാൻ മരുന്ന് ഡോക്ടറെ ഞാൻ പറയട്ടെ, എന്റെ മകൻ ജയൻ. ഈശ്വര, ജയന്റെ അച്ഛനാണോ? എന്റെ പൊന്നു ദൈവമേ, ജയന്റെ എത്ര സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മീശ മാധവൻ, ആദ്യത്തെ കൺമണി, ആരൂഢം, വാർത്തകൾ, കിരീടം, ചെങ്കോല്, ഇതിലെല്ലാം ജയന്റെ അഭിനയം എത്ര മനോഹരമായി. പറയട്ടെ, എന്നാ പറ. ഞാൻ ജയന്റെ അച്ഛനല്ല. ജയന്റെ അച്ഛനല്ല, പിന്നെ താനാരുടെ അച്ഛനാണോ? എന്റെ മകൻ വാസു. അവനെന്താ അവന് ജയന്റെ സിനിമയൊക്കെ കണ്ട് ജയനെ പോലെ നടക്കും, ജയനെ പോലെ ചിരിക്കും, ജയനാന്നും പറഞ്ഞ അവൻ നടക്കണത്. ഈശ്വര, ജയന്റെ അസുഖമാണോ? അതെ. ജയന്റെ അസുഖം എന്നെ കൊണ്ട് മാറ്റാൻ പറ്റൂല. ജയന്റെ അസുഖം ഡോക്ടറെ മാറ്റാൻ പറ്റൂ. ജയനാണല്ലോ. അതെ. സുരേഷ് ഗോപി അല്ലല്ലോ. അല്ല. നാളെ സുരേഷ് ഗോപിയുടെ അസുഖം പിടിവിട്ടോണ്ട് ഒരുത്തിന് ഇങ്ങോട്ട് കയറി വന്നു. അവൻ ഇവിടെ മുഴുവൻ വെടിവെച്ചിട്ട് അവസാനം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിട്ട് അവൻ പോയത്. പോണ പോക്കിനവനൊരു സാധനം പറഞ്ഞു. എന്തെന്ന്? സിറ്റുന്നാണോ? അത് തന്നെ. അത് സുരേഷ് ഗോപി തന്നെ. തന്റെ മോനിൽ കാണുന്ന
കുഴപ്പങ്ങൾ എന്തൊക്കെയാ? ഇവനെന്താ കുഴപ്പമെന്നാ? എന്റെ പൊന്നു ഡോക്ടർ, ഈ അസുഖം തുടങ്ങിയ പിന്നെ മിടിയും ടോപ്പിട്ട് ഏതെങ്കിലും ഒരു പെങ്കൊച്ചു റോട്ടിൽ പോയാ സീമേലും പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. മാത്രാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു 10 മാസം നിറഞ്ഞേക്കുന്ന ഒരു ആടുണ്ടായിരുന്നു. ഈ ആടിനെ കുതിരയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തടവി അത് ചത്തുപോയി. അവര് കേസ് കൊടുത്തേക്ക്. അപ്പൊ ഇതൊക്കെയാണ് അവന്റെ കുഴപ്പം. അവന്റെ പേരെന്താ പറഞ്ഞ? വാസു. വാസു എന്ന് പറഞ്ഞു വിളിച്ചാ വരില്ല. സീമയുടെ സൗണ്ടിൽ ജയേട്ടാ എന്നെ രക്ഷിക്കൂന്ന് പറഞ്ഞാൽ പറഞ്ഞെത്തു അവൻ. സീമ അവന്റെ വീക്ക്നെസ് ആണ്. അതെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു നോക്ക്. എന്റെ പൊന്നു ദൈവമേ, ഈ തോട്ടപ്പുഴുവിന്റെ മേത്താണ് ജയം പിടിച്ചേക്കണം. തോട്ടപ്പുഴു എന്നൊക്കെ പറയല്ലേ? പാമ്പ് കടിക്കും. കടിച്ചു. മൂർഖം പാമ്പായതുകൊണ്ട് നാണം കിട്ടില്ല. നീർക്കോലിയായിരുന്നെങ്കിൽ നാറിപ്പോയനെ. വൃത്തികേട് കാണിക്കണ്ട, അതിനെ തല്ലി കൊല്ലടാ. ഇവനെ ഞാൻ തല്ലിക്കൊല്ലില്ല, പിന്നെ ഇവനെ ഞാൻ സ്നേഹിച്ചു കൊല്ലൂ. തെണ്ടിത്തരം കാണിക്കുന്നോളെ പട്ടി. പാമ്പിനെ കയറിയ പട്ടി എന്ന് വിളിക്കുന്നത്. അത് ശരി. എന്താ അവന്റെ പേര് പറഞ്ഞ? വാസു. മോനെ വാസു. വെറും വാസുവല്ല, പിന്നെ ബെൻസ് വാസു. തുടങ്ങിയ പിന്നെ എങ്ങനെയാണ് വൈക്കോലും കെട്ടിക്കൊണ്ട് ഏതെങ്കിലും വണ്ടി പോയി കഴിഞ്ഞാൽ പറഞ്ഞ എന്താണെന്നറിയാമോ? ജഗ് പോണതാണെന്ന്. ഒരു പ്ലേറ്റിൽ ഇഡ്ഡലി തിന്നാൻ കൊടുക്കാനേ പാടില്ല. അതെന്താടോ? അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ആണെന്ന്. അത് ശരി. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകാനേ പാടില്ല. അതെന്താ? ട്രെയിൻ പിടിച്ച് വലിക്കും. എന്തിന്? അവന്റെ ബെൽറ്റ് ആണെന്ന്. ദൈവമേ, എണീക്കാൻ പാൻ ജീവനില്ലാത്ത ഇവനാണ് ഇതൊക്കെ ചെയ്യണത്. എല്ലു കുത്തി കയറി ചാവും. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. എന്താ നിന്റെ പണി? ശശിമിശ്രയുടെ കൂടെ കോൺക്രീറ്റ് പണിക്ക് പോകുന്നു. മനസ്സിലായ? ശശിമേശ്വരിയുടെ കൂടെ വാർക്കപ്പണിക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ പണി ഇല്ലേടോ? ഇപ്പൊ പണിയില്ലേന്നോ? ഇവന് പണി കൊടുത്തത് അവർക്ക് വലിയ പണിയായില്ലേ? എന്താ? തമിഴ്നാട്ടിൽ നിന്ന് അന്യായ വില കൊടുത്തുകൊണ്ടുവന്ന കമ്പി മൊത്തം ഒറ്റയ്ക്ക് ഇവനിരുന്ന് വളച്ചു കളഞ്ഞു. എടോ, വാർക്കപ്പണിയാകുമ്പോ പിന്നെ കമ്പി വളയ്ക്കാനുള്ളതല്ലേ? വളച്ചോട്ടെ, ഇത് മൊത്തം സീമയുടെ വളയാണെന്ന് പറഞ്ഞു കുരുകുരാന്ന് പറഞ്ഞു വളച്ചു കളഞ്ഞു. എടോ, ഞാൻ ഇതാണ് പറഞ്ഞത്, ഈ വക കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജയന്റെ അസുഖം മാറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല. ജയന്റെ അസുഖം മാറ്റാൻ ഡോക്ടർക്ക് പറ്റൂ. എടോ, ഞാൻ തപസ് ചെയ്താലും ഈ അസുഖം എന്നെ കൊണ്ട് മാറ്റാൻ പറ്റൂല. ജയന്റെ അസുഖം മാറ്റാൻ ഡോക്ടർക്ക് പറ്റും. ജയന്റെ അസുഖം മാറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല. പറ്റൂലോ? എന്താ പറ്റൂലാത്ത? എന്താ പറ്റൂലാത്തെന്നാ? എടോ, ഇതേ അസുഖവുമായിട്ട് 10-20 കൊല്ലമായി ഇവിടെ ചികിത്സയിൽ കഴിയുന്ന 5-6 വേറെ ഉണ്ടോ? എവിടെ? മക്കളെ, ആരാണോ? ഡെയിലി ഞാനും അടിക്കും. ഞാൻ ഡെയിലി അടിക്കുക മാത്രമല്ല, ഡെയിലി അടിയും മേടിക്കും വല്ലവരുടെ. അതിനോട്ട് പ്രോബ്ലം. എനിക്കൊരു വിഷയമില്ല അത്. എന്നിട്ട് എനിക്കതിൻ്റെ ഒരു അഹംഭാവം ഉണ്ട്. ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ടോ, ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ കൊച്ചു പിള്ളേർ എന്നെ തല്ലിയിട്ടുണ്ടെന്ന്. സത്യം പറയാം, എൻ്റെ അമ്മച്ചാണല്ലേ ഇഷ്ടം പോലെ. പക്ഷെ എനിക്കത് വിഷയമില്ല. മൈ നെയിം ഈസ് ബൈജു. എൻ്റെ പേര് ബൈജു എന്നാണല്ലോ. എൻ്റെ രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു. അടിയിലെട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. ഇഷ്ടം പോലെ മേടിക്കുന്ന ആളാ. അതെ, ഇവിടെയൊക്കെ പോയി കിടക്കുക, ഒരു വിഷയമില്ലല്ലോ. അടിയെന്ന് പറഞ്ഞത് ഇപ്പം മേടിച്ച് കാണിക്കണം. ഇപ്പം മേടിക്കണം, ഞാൻ മേടിച്ച് കാണിക്കണം. ഇപ്പം കാണിക്കണം. ഇവിടെ പട്ടി തൻ്റെ അപ്പൻ. റോട്ടിവിടെ പോകാൻ അപ്പനെ വിളിക്കണതാ. ഇങ്ങനെ മേടിക്കാം. ഭയങ്കര സെറ്റപ്പാ. വലിയ മാലിന്യ പുള്ളി, വലിയ ഡീസൻ്റാ. നമ്മുടെ സുകുമാരൻ്റെ മോനെ ഇപ്പോൾ ഒരു പണി കാണിച്ചു തരാം. ഹലോ, എന്താ? നീ സുകുമാരൻ്റെ മോനല്ലേ? അതെ, ഞാൻ സുകുമാരന്റെ മോനാ. എന്നിട്ട് നാട്ടുകാർ പറയണം നീ വർഗീസിന്റെ മോനാണെന്നാണല്ലോ. അല്ല, നാട്ടുകാരെന്ത് പറയല്ലോ എനിക്കറിയാം നീ ഗഫൂറിന്റെ മോനാണെന്ന്. അന്ന് പോടാതെ നീ നിന്നെ തല്ലുന്നല്ലേ? എന്ത്? നീ തല്ലല്ലേ? എന്തിന്? നീ തല്ലത്ത്? ഞാനിത് വരില്ലാത്തവരൊന്നും തല്ലാറില്ല. നീ തല്ലത്തില്ല? ഞാൻ തല്ലില്ല. തല്ല ഒരു കാര്യമില്ലാതെ ഞാൻ ആൾക്കാരെ തല്ലണത്.
ഭയങ്കര സെറ്റപ്പാ പുള്ളി. അപ്പൊ നീ ഒരു കാര്യമില്ലാതെ ആരും തല്ലത്തില്ല. കാരണമില്ലാതെ ഞാൻ ആരും തല്ലില്ല. അപ്പൊ കാരണം ഉണ്ടല്ലോ നീ തല്ലത്തുള്ളൂ. കാരണമാണെങ്കിൽ തല്ലും. എന്നാ ദേ പിടിച്ചോ. അല്ല ഒരടി വരുന്ന വഴിയേ. ഇങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഒരു ദിവസം ഒരു 10-50 മടിയാം. പക്ഷെ ശ്രമിക്കണം. നിർത്തിയില്ലല്ലേ? അവളുടെ നിർത്തിയില്ലല്ലേ? നിർത്തിയില്ല. ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അവളുടെ നിർത്തുമായിരുന്നെങ്കിൽ ചേട്ടന് കയറായിരുന്നു അല്ലേ? പക്ഷെ നിർത്തിയില്ലല്ലോ, നിർത്താതെ പോയില്ലേ? നിർത്തിയില്ല, അതാണ്. പക്ഷെ നിർത്തുമായിരുന്നെങ്കിൽ ചേട്ടന് കയറായിരുന്നു അല്ലേ? പക്ഷെ നിർത്തണം എന്നല്ലേ കയറാൻ പറ്റില്ല. അതെ, നിർത്തിയില്ല, അതാണ്. നിർത്തിയില്ല. പക്ഷെ എന്താ ഇപ്പൊ വണ്ടി നിർത്താതെ പോയാ? എന്തോ വണ്ടി നിർത്തണ്ട ആണല്ലോ. വണ്ടി നിർത്തിയാലേ ചോദിക്കാൻ പറ്റുള്ളൂ എന്താ നിർത്താതെ പോയെന്നുള്ളത്. നിർത്തിയില്ലല്ലേ? നിർത്തിയില്ല, അതാണ്. അതാണ്. ഇവരെന്നെ വായുവിളിയെ മേടിക്കാൻ പോണം. ചോദിക്കാൻ പാടില്ലല്ലോ. അല്ല, നമുക്കൊരു കാര്യം ഒരാളോട് ചോദിക്കാതെ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. നിർത്തിയാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. വായുവിളിക്കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കാൻ പോകണം. നിർത്തിയാലേ ചോദിക്കാൻ പറ്റുള്ളൂ. നിർത്തിയില്ലല്ലേ? നിർത്തിയില്ല, അതാണ്. നിർത്തിയില്ല. പക്ഷെ നിർത്തുവായിരുന്നെങ്കിൽ ചേട്ടന് ചോദിക്കായിരുന്നു. പക്ഷെ നിർത്തണം എന്നാലേ ചോദിക്കാൻ പറ്റും. പക്ഷെ വണ്ടി നിർത്തണ്ട ആണില്ല. വണ്ടി എന്നാലും നിർത്തിയോ? വണ്ടി നിർത്തിയില്ല. നെഞ്ചത്തൂടി കയറി പോയാ. നമ്മൾ രണ്ടുപേരും നോക്കിന്നോണ്ട് നമ്മൾ രക്ഷപ്പെട്ടല്ലേ? അല്ല, നമ്മുടെ നെഞ്ചത്ത് കയറി എന്റെ ചെയ്യോ. നമ്മൾ രണ്ടുപേരും ഇപ്പൊ ചത്തുപോയല്ലേ? ചത്തുപോയാ. നോക്കി നിൽക്കണേ. നിന്നോളാം. നോക്കി നിന്നോ. സമയം എത്ര? സമയം ഇത് സമയം ആണോ? അല്ല, അല്ല. സമയം എത്ര? സമയം അല്ല മിസ്റ്റർ, സമയം അല്ലേ? അതെ, സമയം. സമയം പറയാം. സമയം പറ. ഐ നോട്ട് എ പ്രോബ്ലം. ഓക്കെ. അയ്യോ, വാച്ചില്ലല്ലോടാ പോലെ. ഇത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് സമയം കേട്ടാ. ആണോ? അതെ. നിന്റെ സമയം ആയിട്ടില്ല. നിന്റെ സമയം പള്ളി മണി അടിക്കും. നീ മൂക്കി പഞ്ഞൊക്കെ വെച്ചിരുന്നു കേട്ടോ. നമ്മുടെ പയ്യനാ. അവൻ എന്നെ കളിയാക്കുവാ. ഈ ലഞ്ചത്ത് കയറണ്ടോ? ഇടിച്ചിന്റെ കൂമ്പിയാൻ പറ്റിക്കളെ. മനസ്സിലായി? വെറുതെ അഭ്യാസം ഇറക്കില്ലട്ടെ. ഇരിക്കണ ചെറുപ്പക്കാരെ കണ്ട കയറി വന്ന് ഇടിച്ച് തന്റെ കൂമ്പ് പറ്റിക്കളെ. അത് ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ ചെറുപ്പക്കാർ വിചാരിച്ചാൽ ഇനി നടക്കുകയില്ല. ഇനി നടക്കൂലേ? എന്താ നടക്കൂല? അതെന്താ? അത് നേരത്തെ ആമ്പിള്ളേരിടിച്ച് വാട്ടിയില്ലേ? അങ്ങനെ ഇത് എവിടെയൊക്കെ നടക്കാണ്ട് പൊക്കോ. ഒരുപാട് പാമ്പൊക്കെ ഉള്ള സ്ഥലം, ഒരുപാട് ചപ്പ് ചവറൊക്കെ കിടക്കുന്നതാണ്ടോ. പാമ്പ് കടിക്കും. അതന്നെ. ഇവിടെ ഫുൾ പാമ്പാട്ടിരിക്കുന്ന എന്നെ ഇനി വേറെ ഏത് പാമ്പാ കടിക്കുന്നത്? കടിക്കൂല. ഞാൻ സംസാരിക്കണ്ട. നീ ഇവിടെ ഞാൻ കഴിഞ്ഞ എന്റെ ഒന്ന് പറ. അപ്പൊ നല്ല പയ്യനാണോ? നമ്മുടെ ഇവിടെ ഒക്കെ മരിച്ചു പോകുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഈ എൻ്റെ ഒക്കെ മരിച്ചു പോകുന്നത് അപ്പൊ നല്ല എനിക്ക് നാണാവില്ല ഇങ്ങനെ തല്ലുകൊണ്ട് കിടക്കാൻ. നാളെ പോണം. നല്ല സുന്ദരനായിട്ടുള്ള തുണി കൊടുത്തിട്ടുണ്ട്. മുണ്ട് കൊടുത്തോണ്ട് വലിയ കാര്യം എന്താണെന്ന് അറിയാൻ പാടില്ലേ? സിന്ദൂരീക കണ്ടുറന്നു ഇന്നൂരാവൂ സാദ്രമായി. സിന്ദൂരീക കണ്ടുറന്നു ഹലോ മിസ്റ്റർ, എന്താ സത്യത്തിൽ എന്താ സംഭവിച്ചെന്താ? എന്താ വിഷയം? ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ജീവിക്കുന്ന ചേട്ടാ. ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ തരും, അങ്ങനെ ജീവിച്ചു പോകുന്നു. താൻ എല്ലാ പാട്ടും പാടും? എല്ലാ പാട്ടും പാടും. അപ്പോൾ ഒരു കാര്യം ചെയ്യ്. നമ്മുടെ മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും കൂടി അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ, ആ പടത്തിലെ പാട്ട് പാടും. യോധ. യോധയല്ലേ? ഏത് പാട്ടാണ്? യോധല്ലേ? ഏത് പാട്ട്? പാട്ടറിയാൻ പാടില്ല. എങ്ങനെ?
എടോ പടകാളി ചണ്ടിച്ചങ്കിരി പോക്കിരിമാക്കിരി ഭഗവതി അതാണ്. പടകാളി ചങ്കിച്ചങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി കരിമോടിൽ തിരി കരിയണമേ. പടകാളി ചങ്കിച്ചങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി കരിമോടിൽ തിരി കരിയണമേ. എന്തിനാണ് എന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? നീ ആ പാട്ട് പാടണ്ട. നീ വേറൊരു ഹിന്ദി പാട്ട് പാടി. ഹിന്ദി പാട്ടോ? ഒരു ഹിന്ദി പാട്ട് പാടി. ഏതാന്ന് പറയാട്ടോ? ഹിന്ദി പാട്ടാ? तू जूस बड़ी का मस्त खोई, तू जूस बड़ी का मस्त बन, എന്താ तू जूस बड़ी का मस्त खोई, तू जूस बड़ी का मस्त बन. എടോ തൂ ചീസ് ബടി ഹെ മസ്ത് അതാണ്. അത് പാട്ട് നല്ല പാട്ടാ. ആ പാട്ട് പാടി മതി. ചൂതുമടി മസ്ത് മസ്ത് തൂ ചൂതുമടി മസ്ത് മസ്ത്. എന്തിനാണ് എന്നെ വെറുതെ ഇട്ടിങ്ങനെ കരയിപ്പിക്കുന്നത്? ഞാനൊരു പാവപ്പെട്ടവനല്ലേ. ഇല്ല, എന്റെ ചേട്ടനെ കരയിപ്പിക്കത്തില്ല. നീ ആ പാട്ടൊന്നും പാടണ്ട. പാടുന്നില്ല. നീ ഒരു സാപ്രിയ സംഗീതം പഠി. എന്ത് സംഗീതം? എന്താ പറഞ്ഞത്? സാപ്രിയ സംഗീതം. സാപ്രിയ സംഗീതമല്ല, ശാസ്ത്രീയ സംഗീതം. ഇങ്ങനെയും പറയും. അത് പടി. ഏത് പടത്തിലാന്ന് പറയാട്ടോ? നമ്മുടെ മോഹൻലാലിന്റെ ബാറാം തമ്പുരാന്നും പറഞ്ഞു. ബാറാം തമ്പുരാൻ, ആറാം തമ്പുരാൻ. ആ പടത്തിൽ പാട്ടു. അതിലേത് പാട്ടാ? ഏത് പാട്ടാണ്? ഹരിമുരളീരവം ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയദൂതമയ മോഹനഗാനമോ പതുമൊഴിരാതെ നിന്നെ തേടി. ഒരു പാട്ട് പാടാൻ പറയുമ്പോ എന്നിട്ട് കരയിപ്പിക്കുകയാണോ നീ? എന്താ നോക്കണോ നീ? എടോ പാവം കിട്ടല്ലോ അയാളെ തല്ലാൻ. താൻ എന്തിനാണ് അയാളെ തല്ലി? എന്തിനാ അയാൾ തല്ലി? പിന്നെ ഒരു പാട്ട് പാടാൻ പറയുമ്പോ അയാൾ മര്യാദക്ക് പാട്ട് പാടിയാണല്ലോ ഇവിടെ. താൻ പാടുമല്ലേ? ഇതിനേക്കാളും ഞാൻ പാടും. താൻ പാടുമോ? താൻ ഒരു പാട്ട് പാടിക്കാം. പാടിക്കാം. എത്ര പൂക്കാലമിനി, എത്ര നവരാത്രി, എത്ര മധുമാസം അമ്മച്ചിയായി. എടാ ഇത് യേശുദാസ് പാടിയതല്ല. എത്ര പൂക്കാലം ഇനി, എത്ര നവരാത്രി ഇനി എന്ന് പറഞ്ഞ് യേശുദാസ് പാടിയ പാട്ടല്ലോ. അല്ല മിസ്റ്റർ, യേശുദാസിന് മാത്രം പാടിയാൽ മതി ഇവിടെ. എങ്ങനെ? ദ നോട്ട് ദ പോയിന്റ്. യേശുദാസിന് മാത്രം പാടിയാൽ മതിയോ കേരളത്തിൽ? ഇപ്പൊ താൻ പാടി ഞാൻ കേട്ടു ഇവിടെ. ഞങ്ങൾ സംസാരിച്ചു. താൻ അങ്ങനെ സംസാരിപ്പോടായിരുന്നു. നീ എന്നോട് സംസാരിക്കാൻ നിൽക്കുന്നുണ്ടോ? എന്തോ എനിക്ക് തലവേദന എടുക്കുന്നു. അല്ലാതെ ഞാനിപ്പോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവാ. താൻ എവിടെ പോണെന്ന്? ഇവിടെ വന്ന് താൻ എങ്ങോടെ പോണേ? തലവേദന എടുക്കുമെന്ന് എങ്ങോട്ടേ പോണത്? ഞാൻ പോയിട്ട് വരാന്ന്. എവിടെയാണെന്ന്? ആ ഹോസ്പിറ്റലിൽ പോണു. എടോ വിവരമില്ലാത്തവൻ ആ ഡോക്ടറെ അടുത്ത് പോയണ്ട. അയാൾ കാലേവാരി നിലത്തിട്ടടിക്കും. കള്ളും കുടിച്ചു. ഡോക്ടറാ? എന്നാ ഡോക്ടറെ കണ്ടിട്ട് തന്നെ കാര്യം. താൻ ഇവിടെ വന്ന് ഇങ്ങോട്ട് വന്നേ. ഈ കള്ളു കുടിച്ചോണ്ട് അങ്ങോട്ട് അയാൾ പിടിച്ചിടിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. താൻ തലവേദന ഹോസ്പിറ്റലിൽ പോകണ്ട. ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. എനിക്ക് തലവേദന ഒന്നും ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് രാമച്ചത്തിന്റെ കുളിരും കസ്തൂരി മഞ്ഞളുടെ കാന്തിയുള്ള സോപ്പിട്ട് രാധാസിട്ട് കുളിച്ചിട്ട് ബെഡിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും. അപ്പൊ എന്റെ ഭാര്യ വരും. അവള് വന്നിട്ട് ഒരു ഇച്ചിരി വിക്സോ അമൃതാഞ്ജനോ ഒക്കെ എടുത്ത് എന്റെ നെറ്റി ഇതിങ്ങനെ തടവി തരും. അപ്പൊ എന്റെ തലവേദന പമ്പ കിടക്കും. ഇത് ചെയ്താൽ മതി. എരുമേലി കിടക്കുവോ? പമ്പ കിടക്കുന്നു. പമ്പേ കിടക്കുന്നു. ഞാൻ വിചാരിച്ച എരുമേലിയും കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ ഇതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. ഒരു കാര്യമില്ല. വീട്ടിൽ പോയി കുളിച്ച് കൂട്ടപ്പെട്ട മറ്റേ രാമച്ചത്തിന്റെ കുളിരും കസ്തൂരി മഞ്ഞളുടെ കാന്തി ഉള്ള പ്രാന്താസ് അല്ല രാധാസ്. ആ സോപ്പിട്ട് കുളിച്ച് കൂട്ടപ്പെട്ടായിട്ട് ബ്രെഡേ കിടക്കാം. ബ്രെഡ് അല്ലടോ, ബെഡേ കിടക്കുക. അവിടെ കിടക്കാം. അപ്പോ ഇന്ന് വിടുവോ? മറ്റേ നേരത്തെ പറഞ്ഞില്ലേ? എന്ത്? നേരത്തെ പറഞ്ഞ ആളില്ലേ? ആരോ തന്നെ പെണ്ണുമ്പോഴൊന്ന് വിടുവോന്ന്. എന്തിന്? ഒന്ന് തടവാൻ.
ഓരോ അടി വരുന്ന വഴി വഴിയരികിൽ ഓടി വന്നേ, ഒന്ന് വന്നേ. ഓടിവായോ പുലി ഇറങ്ങിയ. ഹലോ ഹലോ, MLA വീടാണോ? അല്ല, ഇത് എന്റെ വീടാണ്. താങ്കൾ ആരാണ്? ഞാനാണ് ഇവിടുത്തെ MLA. സോറി സാർ, റോങ് നമ്പർ. ശരി. നമ്മുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി 6 പേരെ കൊന്നു. ദൈവമേ, പുലി ഇറങ്ങി 6 പേരെ കൊന്നോ? അതെ. എടോ, കേവലം 10 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച MLA അല്ലേ ഞാൻ? അതെ. അതിൽ ഇപ്പൊ തന്നെ 6 എണ്ണത്തിന് പുലി കൊന്നു. ഇനി ബാക്കി 4 എണ്ണവും കൂടിയല്ലേ ഉള്ളൂ. എടോ, അതുങ്ങളെ കൂടി ആ പുലി കൊല്ലുന്നതിന് മുമ്പ് ആ നശിച്ച പുലിയെ ഒന്ന് കൊല്ലാൻ നോക്കണോ? എന്റെ പൊന്നു സാറേ, ഞങ്ങൾ പഠിച്ചപടി പാട്ട് നോക്കി നടന്നില്ല. ഇവിടെ വെടിവെക്കാൻ ഓർഡറോ? സാറ് വെടിവെക്ക്. ദൈവമേ, ആ പുലി ചത്ത് കിട്ടിയ ഞാനൊരു 10 വെടി വച്ചേക്കാവേ. പുലി ചത്തിട്ട് വെടിവെച്ചിട്ട് എന്താ കാര്യം? എന്നാ പിന്നെ ഈ പുലിയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞാൻ ഇന്ന് തന്നെ ചൈനയിലേക്ക് പോയിട്ട് വരാം. ചൈനയിലേക്കാ? പുലി ചാവണേക്കുമ്പോ വെടിവെക്കണം. എടോ, പുലി ചാവണേന് മുമ്പ് വെടിവെക്കാൻ പറ്റിയ ആരാടോ ഇന്ന് ഈ കേരളത്തിലുള്ളത്? ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഒറ്റൊരു വെടിവെപ്പുകാരനേ ഉള്ളൂ. അതാരാ? ശിക്കാരി ശംഭു. എന്നാ സമയം കളയാതെ ശംഭുവിനെ വിളിച്ചു നോക്ക്. ഹലോ ഹലോ ഹലോ, ശംഭു ഉണ്ടോ? അയ്യോ, തീർന്നു പോയില്ല മോനെ. വേണ പാൻപരാഗ് തരാം കേട്ടോ. ഹലോ, ശംഭു ചേട്ടന്റെ വീടാണോ? ശംഭു മഹാദേവ്. എന്താ മോനെ ദിനേശ കാര്യം? ശംഭു ചേട്ടൻ ഞങ്ങളുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി 6 പേരെ കൊന്നു. വളരെ സന്തോഷം. അതിന് ഞാനെന്ത് വേണം? എന്റെ പൊന്നു ശംഭു ചേട്ടൻ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ പുലിനെ വെടിവെച്ച് കൊന്നു തന്നെ. ഓക്കെ, നിങ്ങളുടെ 3ാമത്തെ പിക്കിൽ ഐസ് ക്യൂസ് വീഴുമ്പോൾ ഞാൻ അവിടെ തിരിക്കും ഒരു സവാരി ഗിരിഗിരി നടത്താൻ. ഓക്കെ ഓക്കെ. എന്റെ പൊന്നു ദൈവമേ, ശംഭു എത്രയും പെട്ടെന്ന് ഒന്ന് എത്തിയാ മതിയായിരുന്നു. എന്റെ പൊന്നു ശംഭു, ഞങ്ങളുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി ആകെ നാശം ചെയ്തുകൊണ്ടിരിക്കുക. ശംഭു എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ പുലിനെ ഒന്ന് കൊന്നു തന്നം. പുലിയൊക്കെ ഞാൻ പിടിക്കാം. അട്ടെ, നിങ്ങൾ ഈ പുലി എവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്റെ പൊന്നു ശംഭു ചേട്ടാ, പുലിനെ പിടിച്ചിട്ട് വേണ്ട കെട്ടിയിടാൻ. പുലി ഇതുവരെ പിടിച്ചിട്ടില്ലേ നീ? ആ പുലിനെ പിടിക്കാനല്ല ചേട്ടൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അത് ശരി. ആ. ഈ പുലിയെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാലേ ഇച്ചിരി കാശ് മുടക്കുള്ള പരിപാടിയാ. എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ മുടക്കാൻ തയ്യാറാണ്. ആട്ടെ, നിങ്ങൾ എത്ര രൂപ തരും? ചേട്ടൻ ഈ പുലിയെ കൊന്നാൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു 1 ലക്ഷം റുപ്പീസ് വരെ ചേട്ടന് തരും. 1 ലക്ഷം രൂപ. ആർക്ക് വേണം നിങ്ങളുടെ ഈ 1500 രൂപ? എനിക്കൊരു 950 രൂപ എങ്കിലും കിട്ടില്ലെങ്കിൽ ഞാൻ ഈ പുലിയെ പിടിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്റെ പൊന്നു ശംഭു ചേട്ടാ, എന്തെങ്കിലും ഒന്ന് കുറച്ചതാ. അവസാനമായിട്ട് ഞാൻ പറയണം, ഒരു 100 രൂപയെങ്കിലും എനിക്ക് കിട്ടില്ലെങ്കിൽ ഞാൻ ഈ പുലിയെ ടച്ച് ചെയ്ത് ഉറപ്പിച്ച് 1000 ഇനി കൂട്ടരുത്. 1000 രൂപയിൽ ഫിക്സ് ചെയ്ത് സമ്മതിച്ച്. അപ്പൊ പുലിനെ എത്രയും പെട്ടെന്ന് പോയി കൊന്നോ. ഈ പുലിയെ പിടിക്കാൻ പറഞ്ഞോ? പുലിയെ പിടിക്കാൻ പുലി എന്റെ അളിയനൊന്നുമല്ല. ഞാൻ പറയുന്ന ഒരു സാധനം സംഘടിപ്പിച്ച് തന്നെങ്കിൽ മാത്രമേ എനിക്ക് പുലിയെ പിടിക്കാൻ പറ്റൂ. എന്ത് പണ്ടാരമേളി ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം. പണ്ടാരം കിട്ടിയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഒരു പശുവിന്റെ തോല് സംഘടിപ്പിച്ചു. പശുവിന്റെ തോല് എടോ, ആയും പൊളിച്ച് കഥ പോയി ഒരു പശുവിന്റെ തോലൊപ്പിക്കും. പശുവിന്റെ തോല്. ഓ, ചെല്ലി ഓക്കേ. ചെല്ലി. ചിങ്കിടിയാന്നും പറഞ്ഞ് പുറകെ നടക്ക്. ഞാൻ ഈ 6ാം വാർഡിൽ അറിയപ്പെടുന്ന ഒരു MLA ആണ്, അതുകൊണ്ട് ചോദിക്കുകയാണേ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അല്ല, നമുക്ക് ഈ പുലിയെ കൊല്ലാൻ തോക്ക് പോരെ? എന്തിനാ പശുവിന്റെ തോല്? അതാണ് കിഡ്നി വേണോ? അത് ഞാൻ രാവിലെ ഇഡലിയുടെ കൂടെ കഴിച്ചല്ലോ. എന്ത് കിഡ്നി? അത് ചട്നി. ഇത് കിഡ്നി, അതായത് ബ്രെയിൻ ട്യൂമർ. നമ്മൾ എന്ത് ചെയ്താലും വെറൈറ്റി. എന്താണ് ഇതിലുള്ള വെറൈറ്റി? പറഞ്ഞുതരാം. ഞാൻ ഈ പശുവിന്റെ തോൽ വിട്ടുകൊണ്ട് കാടിന്റെ വിജനമായ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ പുലി പശുവാണെന്ന് കരുതി എന്നെ പിടിക്കാൻ വരുമ്പോൾ ഞാൻ ഈ തോക്കെടുത്ത് ഒറ്റപടി പുലി ക്ലോസ്. ബെസ്റ്റ് ഐഡിയ, ബെസ്റ്റ് ഐഡിയ. എങ്ങനെയെങ്കിലും പുലിനെ ഒന്ന് കൊന്നാ മതി. ശംഭു പുലിയെ കൊന്ന് തിരിച്ചെത്തിയാൽ നാളെ വൈകിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് ശംഭുവിന് ഇവിടെ ഉജ്ജ്വലമായ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, സ്വീകരണ നടപടികൾ ആരംഭിച്ചോളൂ. ഞാൻ പുലിയുമായി സ്പോട്ടിലെത്തിക്കോളാം. ഓക്കെ. നമ്മുടെ നാട്ടിലെ യുവാക്കളെ കൊന്നൊടുക്കിയ ആ ക്രൂരനായ പുലിയെ കൊന്നുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ ശിക്കാരി ശംഭു ചേട്ടൻ ഈ വേദിയിലെത്തുന്നതാണ്. ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA തങ്കപ്പ സാറിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് നടക്കുന്നതാണ്. ഈ അനുമോദന ചടങ്ങിലേക്ക് നല്ലവരായ നാട്ടുകാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ അനുമോദന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല മേനോട് എത്തിച്ചേർന്നിട്ടുണ്ട്. വത്സല മേനോൻ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ശ്രീ വത്സല മേനോൻ. ഈ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി വത്സല മേനോൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLA ശ്രീ തമ്പക്കൻ സാർ, നമ്മുടെ പഞ്ചായത്തിൽ സത്യത്തിൽ പുലി ഇറങ്ങി എന്ന് കേട്ടപ്പോൾ ഞാൻ പലരുമായി ബന്ധപ്പെട്ടു. പക്ഷെ എല്ലാവരും എന്നെ കൈയൊഴിയാണ് ഉണ്ടായത്.
1986 86-ലാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ പേപ്പട്ടി ഇറങ്ങുകയുണ്ടായി. ആ പേപ്പട്ടി അന്ന് വെടിവെച്ച് വീഴ്ത്തിയത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീമാൻ കുട്ടപ്പൻ ചേട്ടനായിരുന്നു. ഞാൻ ഒട്ടും മടിച്ചില്ല. അന്ന് തന്നെ ശ്രീമാൻ കുട്ടപ്പൻ ചേട്ടനുമായി ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ ആണ് ആ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞത്. കുട്ടപ്പൻ ചേട്ടന് ഉന്നമില്ല എന്നുള്ള വിവരം. ഞാൻ ഒട്ടും മടിച്ചില്ല. ഇനി ആരുമായി ബന്ധപ്പെടും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ തമ്പക്കൻ സാർ എന്നോട് പറഞ്ഞു, പുലിയെ പിടിക്കാൻ ശംഭു എത്തിയിട്ടുണ്ടെന്ന്. ശംഭുവിനെ പുലി പിടിക്കട്ടെ, തെറ്റിപ്പോയി, പുലിയെ ശംഭു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അടുത്ത ഈ പ്രാസംഗിക വേദിയിൽ എത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA തങ്കപ്പ സാറാണ്. തങ്കപ്പ സാറിനെ ഞാൻ വേദിയിലേക്ക്. തങ്കപ്പ സാർ, പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് വളരെ കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള ത്രാണിയില്ല. അതെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു. ഇനി ഒരിറ്റ് ജീവൻ മാത്രമേ എൻ്റെ ഉള്ളിൽ കിടപ്പുള്ളൂ. അത് വച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുക. എന്നോടൊന്നും തോന്നരുത്. നന്ദി, നമസ്കാരം. എന്റെ എല്ലാ പദ്ധതി പൊട്ടി പാളിഷായി പോയി മക്കളെ. എന്ത് പറ്റി? പുലിനെ കൊന്നില്ലേ? നീയൊക്കെ മിണ്ടരുത്. നീയൊക്കെ എന്നോട് ചതിയും. ഞാൻ എന്ത് തെറ്റ് ചെയ്ത് മക്കളെ നിങ്ങളോട്? എന്ത് തെറ്റ് ചെയ്തെന്നോ? ഞാൻ ഈ പശുവിന് തോല് വിട്ടോണ്ട് അവിടെ പോയി നിന്നപ്പം ഈ കൂട്ടത്തിൽ ആരാടാ ആ മൂരിക്കാളെ അങ്ങോട്ട് അഴിച്ചു വിട്ടത്? എന്റെ നമ്മുടെ കേരളത്തിലെ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. പലപ്പോഴും വിദേശ മലയാളികളുടെ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലെ മലയാളികളോട് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് സംശയമാണ്. ഇവിടെ ഇതാ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി, ഈ മലയാളിയുടെ ചില പ്രശ്നങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങളിവിടെ ഒരു ആക്ഷേപഹാസ്യം, ഒരു സറ്റയർ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ലീവ് കിട്ടിയാലുള്ള പ്രശ്നങ്ങളും ലീവ് കിട്ടി അദ്ദേഹം എയർപോർട്ടിലെത്തിയാലും നാട്ടിലെത്തിയാലുള്ള പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ആക്ഷേപഹാസ്യം. എടാ ജമ്മാലെ, ആരടാ? എടാ ഞാനടാ ജബ്ബാർ. ആഹാ, ജബ്ബാറായിരുന്നാ? എടാ നീ എന്റെ റൂമിന്റെ തൊട്ടിപ്പുറേ താമസിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടണല്ലോടാ. എന്താ കാര്യം? അളിയ, എനിക്ക് ലീവ് കിട്ടി. പടച്ചോനെ, നിനക്ക് ലീവ് കിട്ടിയാ? ആ, ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോവുക. നിന്നെ കണ്ട് യാത്ര പറയാന്ന് വെച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ, കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്, ഒന്ന് വീട്ടിലെത്തിച്ചേക്കോ. ഇവന്റെ ഒരു കാര്യം. എടാ, എന്റെ വീട്ടിലേക്കുള്ള സകല സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിലേക്കല്ല, പിന്നെ എന്റെ വീട്ടിലേക്ക്. അയ്യേ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ എല്ലാം കൊടുത്തേക്കാം. ആട്ടെ, എന്തൊക്കെ സാധനങ്ങളാടാ? പടച്ചോനെ, തീർന്നിട്ടില്ല. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്. ഈ സാധനങ്ങളുടെ കൂട്ടത്തിൽ അതുകൂടി കൊണ്ടുപോകാൻ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് സാധനടാ? ചെറിയൊരു പെണ്ടോർച്ച്. പടച്ചോനെ, ഞാൻ ലീവിന് പോണ കാര്യം ഇവിടെ മൊത്തം അറിഞ്ഞ. ജബ്ബാറേ, എന്താടാ നിനക്ക് ലീവ് കിട്ടിയല്ലേ? എടാ ജബ്ബാറ, ഉള്ള സമയം കൊണ്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ ഒന്ന് കൊടുത്തേക്കണം. അയ്യോ, എന്റെ പൊന്നളിയ, നീ നോക്കാൻ മാത്രം സാധനങ്ങളൊന്നും ഇല്ല. അതാരാ? ഞാനാടാ. എടാ, ഈ പൊതിയും കൂടെ ഒന്ന് കൊണ്ടുപോടാ. ഇതെന്നാ ചെറിയ പൊതിയല്ലേ? ഇത് ഞാൻ കൊണ്ടുവെക്കണം. എടാ, ഇതിന്റെ അകത്തെന്താ? ഇതേ ഒരു 40 കല്യാണക്കുറിയാടാ. എടാ, അടുത്ത മാസം എന്റെ കല്യാണം എന്നുള്ളവരെ നിനക്ക് അറിഞ്ഞൂടെ? ഓ, ഞാനതങ്ങ് മറന്നു. നീയാണല്ലോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോ എനിക്ക് ലീവ് ഇല്ലാത്ത സ്ഥിതിക്ക് നീ തന്നെ നേരിട്ട് കൊണ്ടുപോയി എല്ലാ സ്ഥലത്തും എന്റെ കല്യാണം ക്ഷണിക്കണം. ഇത് എവിടെയൊക്കെ? എടാ, എനിക്കാകെ 10 ദിവസത്തെ ലീവേ ഉള്ളൂ. എടാ, അതിന് ഈ കത്ത് കൊടുക്കാൻ ആകെ കൂടെ 8 ദിവസം മതിയല്ലോ. ബാക്കിയുള്ള 2 ദിവസം നിനക്ക് അടിച്ച് പൊളിക്കാലോ. ഇപ്പൊ തന്നെ ഒരു ചുമട് സാധനങ്ങൾ ഉണ്ടല്ലോടാ. തീർന്നിട്ടില്ലടാ. നാട്ടിലേക്കുള്ള സാധനങ്ങൾ ദേ വരി വരിയായിട്ട് വന്നോണ്ടിരിക്കാണ്. ഇതും കൂടെ ഒന്ന് കൊണ്ടുപോടാ. എന്റെ ഉമ്മ, ഞാൻ എന്താ ഈ കാണുന്നത്? ലീവ് കഴിഞ്ഞപ്പോ കാണാം. ഓക്കെ, നമസ്കാരം. കേരള എയർവേസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എല്ലാവരും ബെൽറ്റ് ധരിച്ച് സൂക്ഷിച്ചിരിക്കുക. കാരണം നമ്മൾ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ്. വിമാനം ഗട്ടറിൽ ചാടാൻ സാധ്യതയുണ്ട്. പ്രിയ യാത്രക്കാരെ, നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിമാനം ഏതാനും നിമിഷങ്ങൾക്കകം തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിച്ചേരുന്നതാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. തെങ്ങ് കയറ്റക്കാരൻ കുഞ്ഞയ്യപ്പൻ തെങ്ങ് കയറാൻ കൊണ്ടുപോയ ഏണി എത്രയും പെട്ടെന്ന് റൺവേയിൽ എത്തിക്കേണ്ടതാണ്. കാരണം യാത്രക്കാർക്ക് ഇറങ്ങുവാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. എൻ്റെ എയർപോർട്ട് ഭഗവാനെ, ഫ്ലൈറ്റ് മുത്തപ്പ, എയർ ഹോസ്റ്റസ് ഭഗവതി, എന്തെങ്കിലും കോളൊക്കെ ഇന്ന് ഒപ്പിച്ചു തരണേ. രാവിലെ തന്നെ ഒരു NRI ആണല്ലോ വരുന്നത്. കോളടിച്ചു എന്നെ പറ്റിച്ചിട്ട് മുങ്ങാൻ തരത്തില്ല. എവിടെ പാടാ? ഇപ്പട്ടാ പാടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എവിടെ നിന്ന് വരുന്നു? ദുബായിൽ നിന്ന് വരുന്നു. ദുബായിൽ നിന്ന് വരുന്നു. എന്താ ഇതിനകത്ത്? ഇതിനകത്തെങ്ങ് ഒന്നുമില്ല സാറേ. തലക്കാത്തല്ല, പെട്ടിക്കാത്ത എന്താണെന്ന്. സാറേ, ഞാൻ സത്യം പറഞ്ഞ പെട്ടിക്കകത്ത് ഒന്നുമില്ല. എന്തെങ്കിലും കാണും. പടച്ചോനാണ് ഞാൻ ഉള്ളതാ പറഞ്ഞ, ഒന്നുമില്ല ഇതിനകത്ത്. വെറുതെ വേഷം കെട്ടെടുക്കാതെ പെട്ടി തുറക്കി ചങ്ങാതി. എന്റെ പടച്ചോനെ, ഇവന്മാരെ കൊണ്ട് തോറ്റ്. ഹോ, ജീവൻ തിരിച്ചു കിട്ടിയ എന്നെ ഭാഗ്യം. എന്റെ ഉമ്മോ, എയർപോർട്ടിന്റെ അകത്ത് പാമ്പോ? ആ പാമ്പുകളെന്നല്ല, നമ്മള് യൂണിയൻകാര് തന്നെ. ആഹാ, രണ്ടും ഒന്ന് തന്നെ. ആ എന്തായാലും പെട്ടിയുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നത് നമ്മള് തന്നെ. നമുക്കുള്ള കാശിങ്ങി തന്നാ മതി കേട്ടാ. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, ഉണ്ടായിരുന്ന പൈസ മൊത്തം ആ കസ്റ്റംസുകാർ പിടിച്ചു കുറച്ച്. ഇനി എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. ദുബായിന്നും വേറെ മസ്കറ്റിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങൾ കണ്ടിട്ടുള്ള തന്നെ. ഗൾഫിന്റെ ജാലികളും കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ അടിച്ച് മാന്തകളുടെ ഷേപ്പുകളും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാം. ആ അണ്ണ പറയുന്ന കാര്യം അത് കേള്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ പെട്ടി എടുത്തു വെച്ചാൽ എന്റെ കയ്യിൽ തരാൻ 5 പൈസ ഇല്ല. ഞാൻ എടുത്തു വെച്ചോളാം. പെട്ടികൾ ആരെടുത്ത് വെച്ചാലുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാം. കാശ് ഞങ്ങൾക്ക് ഉള്ള തന്നെ. തന്നെ ഇത് വലിയ ശല്യമായല്ലോ. അണ്ണായി ചുമട്ട് പണി എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ തന്നെ. എന്റെ പൊന്നു സുഹൃത്തെ, ഗൾഫിൽ എനിക്കും ഈ ചുമട്ടുപണി തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ, സമ്മതിച്ചു. ചേട്ടാ പെട്ടി എടുത്തോ. ഹലോ. ഓക്കെ ഓക്കെ അണ്ണാ, ഇന്ന് ബന്ദ് എന്താ കാര്യങ്ങള്? നമ്മുടെ നേതാവിന്റെ മുഖത്ത് നോക്കി ഒരുത്തൻ കൊഞ്ഞനം കാട്ടിയിരിക്കണം. നേതാവിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കാണിച്ചതിന് ബന്ധോ? പിന്നെ ഒരു ബന്ധത്തിലേക്ക് എന്തൊരു കാര്യങ്ങൾ വേണോ? അണ്ണാ ഒരു കാര്യം ചെയ്, പെട്ടികളൊക്കെ എടുത്ത് തലേ വെച്ച് 100 അങ്ങ് നടന്നാളെ. ആ ചെല്ല്, പൈ. ഹലോ ജബ്ബാർ. Glad to meet you. ജബ്ബാറിനെ കണ്ട എന്തായാലും നന്നായി. ഞങ്ങൾക്കൊരു പിരിവ് തരാനുള്ള ഭാഗ്യം ജബ്ബാറിനുണ്ട്. ഐശ്വര്യമായിട്ട് ഈ ബക്കറ്റിലേക്ക് ഒരു സംഭാവന ഇട്ടോളൂ. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഇപ്പോഴും ഈ ബക്കറ്റ് പിരിവ് കൊണ്ടാണ് നടക്കുന്നത്? അത് ഞങ്ങളുടെ ജന്മാവകാശമാണ്. എന്ത് ഈ ബക്കറ്റ് പിരിവ്? അല്ല, ഞാൻ അറിയാൻ പാടില്ല. ചോദിക്കൂ. ഇപ്പൊ ഈ ബക്കറ്റ് പിരിവ് നടത്താനുള്ള കാരണം എന്താ? അടുത്തയാഴ്ച ഞങ്ങളുടെ മനുഷ്യമലയാണ്. മനുഷ്യമലയോ? സാധാരണ നിങ്ങൾക്ക് മനുഷ്യ ചങ്ങലേ മനുഷ്യ മതിലൊക്കെ അല്ലായിരുന്നു? അയ്യോ ഇല്ല. ചങ്ങലയും മതിലുമൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ. ഈ വർഷം ഞങ്ങളുടെ പാർട്ടി വിഭാവനം ചെയ്യുന്നത് മനുഷ്യമലയാണ്. അല്ല, എന്താ ഈ മനുഷ്യമല? പറഞ്ഞു തരാം. ഞങ്ങളുടെ 100 സാധാ പാർട്ടി പ്രവർത്തകരെ തെക്ക് വടക്കായി നിരത്തി പരത്തി കിടത്തും. എന്നിട്ട് അതിന്റെ മുകളിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ കിഴക്ക് പടിഞ്ഞാറായി കിടത്തും. അതിന്റെ മുകളിൽ ഏരിയ കമ്മിറ്റിയെ കിടത്തും. പിന്നെ ബ്ലോക്ക് കമ്മിറ്റി, അതിന്റെ മുകളിൽ ജില്ലാ കമ്മിറ്റി, പിന്നെ സംസ്ഥാന കമ്മിറ്റി. ഏറ്റവും മുകളിൽ ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്കാര് കയറിയിരുന്ന് അങ്ങോട്ട് നിരങ്ങും. അതാണ് ഈ മനുഷ്യമല. പ്ലീസ് സംഭാവന എടുക്കൂ. പ്ലീസ് സംഭാവന പ്ലീസ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആയിരങ്ങളുടെ 10,000ങ്ങളുടെ ആവേശോജ്വലകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ മന്ദം കടന്നു വരികയാണ്. അവർക്ക് മാത്രം സംഭാവന കൊടുത്താൽ പോരാ, ഞങ്ങൾക്കും വേണം സംഭാവന. തരൂ സംഭാവന. അതെ, നിർത്തിക്കേ. നിങ്ങൾക്ക് എന്തിനാ സംഭാവന? അറിഞ്ഞില്ലേ, ഞങ്ങളുടെ നേതാവ് യാത്ര പോവുകയാണ്. യാത്ര പോണോ? എങ്ങോട്ട്? കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അദ്ദേഹം നവയാചന യാത്ര നടത്തുകയാണ്. നാട്ടുകാർക്ക് ഇത് തല വേദന യാത്രയാകാതിരുന്നാ മതി. സംസാരിച്ച സമയങ്ങളെ സംഭാവന. അതെ, നിർത്തിക്കേ. എന്റെ പൊന്നു നേതാവ്, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസ ഒരു 5 പൈസ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഒരു ഏരിയ കിട്ടിയപ്പോ നിങ്ങൾ 2 ടീമും കൂടി പങ്കിട്ടെടുക്കണ. അവന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണ്. ജബ്ബാറെ, മനസ്സറിഞ്ഞ് നിന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഞങ്ങൾക്ക് സംഭാവനയായിട്ട് നൽകൂ. നിങ്ങളാരാ? നിങ്ങൾക്ക് എന്താ പരിപാടി? ഞങ്ങളുടെ മെയിൻ പണി
പൊളിച്ചു പണിയാണ്. അത് ശരി, കെട്ടിടം പണിക്കാരാണല്ലേ? വേണ്ട, ഞങ്ങളുടെ പാർട്ടി അവഹേളിക്കരുത്. സമയം കളയാതെ സംഭാവന തരൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിൽ നിന്ന് ഒരു 5 പൈസ ഞാൻ സംഭാവന തരില്ല. വേണ്ട, ഞങ്ങളോട് കളിക്കണ്ട. നീ സംഭാവന തന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ നാളെ ഞങ്ങൾ ബന്ദ് നടത്തും. എന്ത് നടത്തും? എന്തും നടത്തും. ഇവൻ നമ്മൾ വിചാരിച്ച പോലെ അല്ലട്ടാ. ആ ശരിയാ, ഇവൻ ഒരു നടക്ക് പോണ ലക്ഷണമൊന്നും ഇല്ല. ഇവനെ നേരിടാൻ നമ്മൾ രാഷ്ട്രീയക്കാർ ഒരുമിച്ച് നിൽക്കണം. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതെ, ഇക്കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് ഇവനോട് ഏറ്റുമുട്ടാം. പടച്ചോനെ, ഞാൻ 5 വർഷം അധ്വാനിച്ചത് മൊത്തം അവന്മാര് കൊണ്ടുപോയല്ലോ. ഈ കോലത്തിൽ ഞാൻ എങ്ങനെ എന്റെ വീട്ടിലെത്തും? അതെ പോയി. എത്ര വർഷമെന്നാ പറഞ്ഞേ? 5 വർഷമല്ലേ? എടോ, തനിക്കറിയോ 25 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത കാശും കൊണ്ട് ഭാര്യരെ പിള്ളേരെ കാണാൻ മിനിങ്ങാന്ന് വന്നതാടോ ഞാൻ. എന്നെ അവന്മാർ ഈ കോലത്തിലാക്കി. തനിക്ക് ഈ അണ്ടർവെയറെങ്കിലും ബാക്കിയുണ്ടല്ലോ, എനിക്ക് അതുപോലും ഇല്ലായിരുന്നു. ചേട്ടാ, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? മോനെ, കേരളത്തിൽ ജീവിക്കാൻ ഒന്നുകിൽ രാഷ്ട്രീയക്കാരനായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ ഇനി നിങ്ങളിൽ പലവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. മിമിക്സ് പരേഡ് വേദികളിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് മലയാള ചലച്ചിത്ര വേദിയിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ സിനിമാ താരങ്ങളുടെ ശബ്ദഭാവാനുകരണം. സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോൾ 1970 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന വില്ലന്റെ വില്ലനായ ശ്രീ KP ഉമ്മറിനെ അനുകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. KP ഉമ്മറായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു ഫാസിൽ കരമന. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. സരക്ക് വെച്ചൊരുക്കേ, ഇറക്കി വെച്ചൊരുക്കേ, കറുത്ത കോഴി വെളുത്ത മുട്ടയിട്ട് ഓംപ്ലേറ്റ് അടിച്ചു വെച്ചിരിക്കേ. ഇടി കോഴി മര്യാദയ്ക്ക് വന്നിവിടെ മുട്ടയിട്ടില്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിച്ച് നിന്നെ ഞാൻ കൊന്നുകളയും. ഞാനൊരു നിസ്സാര ജീവിയാണ്. എല്ലാ മേഖലകളിലും കൈവച്ച് വിജയം വരിച്ച ഒരു താരമുണ്ട്, ശ്രീ ശ്രീനിവാസൻ. ഇതാ ശ്രീനിവാസനായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു മിസ്റ്റർ ജയരാജ്. കുണുക്കിട്ട കോഴി കൂളക്കോഴി കുന്നും ചാരുവിലെ വയറ്റാട്ടി. നീ കേട്ടോ ശ്യാമളെ, എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? കോഴിയെ മുട്ടയടിക്കാൻ ഓടിക്കുന്നു, ഏത്തപ്പഴം പുഴുകുന്നു, ചൂടുവെള്ളം ചൂടാക്കുന്നു. ഈ അഭിനയം സിനിമയിലായിരുന്നെങ്കിൽ ഈ തവണ തുറവിച്ചോട് നമ്മുടെ വീട്ടിലെ ഷോക്കേസിൽ തന്നെ. അച്ഛൻ ഇതിലെ വന്നപ്പോൾ ഞാൻ അതിലെ പോയി, അച്ഛൻ അതിലെ വന്നപ്പോൾ ഞാൻ ഇതിലെ പോയി. പോയിട്ട് പിന്നെ വരാം. താങ്ക് യു. മലയാള സിനിമയിലെ സുന്ദരനായ വില്ലൻ ജോൺ ഹോനായി വൃഷഭാവയായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഇതാ ജഗദീഷ് പ്രസാദ്. ഒരു കയ്യിൽ അമ്മയും മറുകൈയിൽ ആൻഡ്രോസിനെയും പിടിച്ചിടുന്നൊരു കാലം ഉണ്ടായിരുന്നു തനിക്ക്. അന്നമ്മച്ചി നമുക്കൊരു കഥ പറഞ്ഞു തരാറില്ലേ? ഭൂതത്താന്റെ കയ്യിൽ നിന്നും നിധി തട്ടിപ്പറിച്ച കഥ. ആ കഥയിലെ നായകനാവാൻ എനിക്ക് വയ്യമ്മച്ച്. ആ പെട്ടിങ് തന്നേറ്. തരില്ല. ജാക്സൺ, carry on. താങ്ക് യു. നമ്മെ ഭരിക്കുന്ന മന്ത്രിമാരിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു മന്ത്രിയുണ്ട്, സഖാവ് ഗൗരിയമ്മ. ഇതാ ഗൗരിയമ്മയായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു രാജീവ് സലീം. 1987 നാനാ സർക്കാർ എടുത്തു പോന്നിട്ടുള്ള നയങ്ങൾ അതിൻ്റെ യഥാർത്ഥമായ രീതിയിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ കർഷക തൊഴിലാളികളെ ഒന്നാകെ ഒറ്റക്കെട്ടായി അണിനിരത്തിയിട്ടുള്ളത് ശ്രീമതി KR ഗൗരിയമ്മയാണ്. മലയാള സിനിമയിലും ടെലിവിഷൻ ചാനലുകളിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ്. ഒരു കാലഘട്ടത്തിൽ വില്ലനായിരുന്നു ശ്രീ നരേന്ദ്ര പ്രസാദ്. ഇതാ നരേന്ദ്ര പ്രസാദ് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണ് വാരി കയ്യിലെടുത്ത് അപ്പനൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് തുച്ചു തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എങ്കിൽ പൊയ്ക്കുള്ളൂ. ഇനി ആവശ്യവും പറഞ്ഞുകൊണ്ട് ഈ പടിക്കകത്ത് കയറരുത്. കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ. ആ കോവിലകത്തിന്റെ മേൽക്കൂര നിലമ്പത്തട്ടെ. എന്നിട്ട് തീരുമാനിക്കാം അപ്പന്റെ വാക്കു മാറ്റുന്ന കാര്യം. ഇനിയൊന്നും പറയാനില്ല, ഒന്നും കേൾക്കാനും. താങ്ക് യു. ഇതാ നാടകവേദിയിൽ നിന്ന് മലയാള സിനിമയിലെത്തി മലയാളത്തിന്റെ തിലകക്കുറിയായി മാറിയ ശ്രീ തിലകനാണ് അടുത്തതായി വരുന്നത്. തിലകൻ. Wow.
A+B+C² AB is square. I know he is very brilliant. എൻ്റെ അച്ഛൻ്റെ രക്തം കുടിച്ചു വളർന്നതാ ഈ തെങ്ങ്. പറഞ്ഞൊരു പറങ്ങ് മനസ്സിലായി കാണും എന്നെനിക്കറിയാം. മറ്റേ താങ്ക് യു. ഇതാ ജയന്റെ വേർപാടിന് ശേഷം മലയാള സിനിമയിലേക്ക് എത്തി വില്ലനായി മാറിയ ഒരു താരമാണ് ഭീമൻ രഘു. ഇതാ ഭീമൻ രഘു. വാരണം മിസ്റ്റർ എന്ത് ചൂടാൻ. പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെ ഓടിച്ച് തള്ളിയത് പരമോനെ. വിനാശകാലേ ഓപ്പോസിറ്റ് ബുദ്ധി. ശാരീരം കാണക്കിട്ട് കുറെ കാലായടാ. വാറട്ടെ. ഇതാ തമിഴ് ചലച്ചിത്രവേദിയിലെ ഇതാ വില്ലന്റെ വില്ലനായ ശ്രീ മൻസൂർ അലി ഖാനാണ് അടുത്തത്. തമ്പി. ഇനി മിമിക്രിയിൽ ഹരിശ്രീ കുറിച്ച് മലയാള സിനിമയിലേക്ക് എത്തിയ ഹാസ്യതാരം ഹരിശ്രീ അശോകൻ. കൈകാലാവതില്ലാത്തവരാണ് ദൈവമേ. 10 പൈസ തരണം ദൈവമേ. അമ്മ 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 അമ്മോ. നമസ്കാരം, എൻ്റെ പേര് സുശീലൻ. സുശീലൻ എമ്മയെന്ന് പറഞ്ഞ ഈ നാട്ടുകാർ മുഴുവൻ അറിയും. നിന്റെ അമ്മനെ കണ്ട് കുറച്ച് സാമ്പിൾ അടിക്കാന്ന് വെച്ചാൽ നിന്റെ വീട്ടിലോട്ട് ചെന്നത്. അവിടെ ചെന്നപ്പോൾ നിന്റെ അമ്മേനെ പിടിച്ച് സാമ്പിളാക്കി കളഞ്ഞു. നിന്റെ അമ്മക്ക് വട്ടാണെന്ന് ഒരു വാക്ക് പറയായിരുന്നില്ലേ? എൻ്റെ അമ്മോ, നിന്റെ അമ്മേലേ വന്നത്. ഞാൻ പോണേ. താങ്ക് യു. ഇതാ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തി മലയാളത്തിന്റെ സൂപ്പർ താരമായി മാറിയ ശ്രീ മോഹൻലാൽ. അതിമോഹമാണ് മോനെ, അതിമോഹം. എന്റെ അച്ഛൻ രക്ഷിത കത്തിത്തീരെ കാലം വരെ നിനക്ക് ആയുസ്സുണ്ടായിരിക്കും എന്നുള്ള അതിമോഹം. അത് തെറ്റായി പോയെന്ന് തോന്നുമ്പോ ദീപ എന്റെ അച്ഛന്റെ കാലിലെ 1 or 2 നഖങ്ങൾ വെട്ടിത്തരാൻ നിനക്ക്. അത് കൊണ്ടുപോയി ചന്ദനമുട്ടി വെച്ച് കത്തിച്ച് ഓശ തീർക്കാൻ നിനക്ക് ആശ. 6 വർഷത്തെ നീണ്ട 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂട് തിരിച്ചെത്തിയിരിക്കുന്നു. ചില പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ചു പഠിപ്പിക്കാനും. നീ പോണോ പോരെ ദിനേശ? ശംഭോ മഹാദേവ. ചുമ്മാ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണല്ലോ കവി പാടിയിട്ടുള്ളത്. ഇവിടെ ഇതാ നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാനുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കുവാനായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഈ അടുത്തൊരു ബസ് യാത്ര ആരംഭിക്കുകയുണ്ടായി. അതായത് ന്യൂഡൽഹിയിൽ നിന്നും ലാഹോറിലേക്ക്. എന്താണെന്ന് അറിയില്ല, ഇടയ്ക്ക് വെച്ച് ഈ ബസ് യാത്ര നിന്നു പോവുകയാണ് ഉണ്ടായത്. ഈ ബസ് യാത്ര നിന്നത് എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. സാധാരണ നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ കാർട്ടൂൺ കാണാറുള്ള ലാഘവത്തോടെ മാത്രമേ ഈ പ്രോഗ്രാം നിങ്ങൾ എടുക്കാവൂ. ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി ഇതാ ഒരു കോമഡി സ്കിറ്റ്. ഇനി മേലാല് ഞാൻ ഇന്ത്യയിലേക്കില്ല. ഓ, ഇന്ത്യയിൽ ഒരു സ്ഥലം പോലും കാണാനില്ല. നീ ഒരു മെനയില്ല, ഒരു സ്ഥലവും ഇല്ല. പിന്നെ താജ്മഹൽ നമ്മുടെ ആൾക്കാർ പണിതല്ല, അത് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ആകെ ഇവിടെ ഉള്ളത് എന്താ? കുത്തബ്മീനാർ, പാർലമെന്റ്, അതൊക്കെ എന്തിനുള്ള? ഇവിടെ ഇന്ത്യക്കാരനാ. ആര്? ഇന്ത്യക്കാരനാണ്. ഞാൻ ചാർട്ട് കണ്ടതാ. ഇന്ത്യക്കാരനോ? ഇവിടെ പാകിസ്ഥാനികളായ നമ്മുടെ നടക്ക് ഇന്ത്യക്കാരിരുന്ന് യാത്ര ചെയ്യണം. ഇന്ത്യക്കാരൻ ഇവിടെ ഇരിക്കുവാ. എന്റെ ബാഗ് ഓടി ആള് എന്താ ഹലോ, എന്താ ആ പാണ്ടെടുത്ത് മാറ്റണം. ആ പാണ്ടെടുത്ത് മാറ്റാം. എവിടെ ഇത് ഞങ്ങളുടെ പാണ്ടോ അല്ലേ? നല്ല അടിപൊളി ബാഗാണ്, ഞങ്ങളുടെയാണ്. ഞങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് വയ്ക്കും. എന്താ 32 ആണല്ലേ? അത് വായിച്ചു നോക്കിയേ. 32 ഇതാണ് ഇവരുടെ ഇന്ത്യക്കാരനാണല്ലേ? അത് എങ്ങനെ മനസ്സിലായി? ഷേപ്പ് കണ്ടാൽ അറിയാം. പാകിസ്ഥാനിയാണല്ലേ? അത് എങ്ങനെ മനസ്സിലായി? വല്ലാത്ത നാറ്റം. നമുക്ക് പത്രം വായിച്ചിരിക്കാം, അതാ നല്ലത്. പാകിസ്ഥാനിൽ നിന്നും 17 തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി. കേറട്ടെ,
നുഴഞ്ഞു കയറിയവരെ ഇന്ത്യക്കാർ എറിഞ്ഞു വീഴ്ത്തി. ഇതൊരു അടിപൊളി ഫോട്ടോയാണല്ലോ. അമേരിക്കൻ പ്രസിഡന്റിനെ ഹസ്തദാനം ചെയ്യുന്ന പാകിസ്ഥാൻ പ്രസിഡന്റ്. കണ്ടോ, വിവരമുള്ള രാജ്യക്കാർ തമ്മിൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ. തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ മോതിരം കാണാനില്ല. ഇങ്ങോട്ട് വന്നേ, ഞാൻ വായിച്ചോളാം. താൻ വായിച്ചിട്ടാണ് ഈ കുഴപ്പം മുഴുവൻ. അതെ അതെ. 100ാം നിലയുടെ മുകളിൽ നിന്നും പാകിസ്ഥാൻകാരൻ ചാടി റെക്കോർഡിട്ടു. ഇടുമല്ലോ. ശവസംസ്കാരം നാളെ രാവിലെ 6:30. പാകിസ്ഥാൻകാരൻ ഇവിടെ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച പത്രം ഞങ്ങൾക്കറിയാൻ വായിക്കാൻ. പാകിസ്ഥാൻകാരൻ അമേരിക്കയിലേക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കരുതട്ടോ കൂടല്ലേ. വായിക്കണമെന്ന് കാണണം. പാകിസ്ഥാൻകാരൻ എടാ ഒരു കൊതുക് തിരി കത്തിച്ച അതിന്റെ പരിപാടി തീർന്നോട്ടാ. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. പാകിസ്ഥാൻകാരൻ അത് കൊള്ളാം. ഇന്നാ വായിക്ക്. ഇന്ത്യക്കാർ തിന്നുന്നത് ചോറ. നിങ്ങൾ ഈ പേപ്പറാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ വല്ല പാട്ടും പാടും. നേരം പോട്ടെ, ഞാനൊരു പാട്ട് പാടാം. റസൂലേ 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 നിർത്തി. പഴയ പാട്ടാണത്. അതൊന്നും പാടാൻ കൊള്ളൂല. ഇപ്പൊ നല്ല ബെസ്റ്റ് ഒരു അടിപൊളി പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പാടാൻ പറ്റും. ഞാൻ പാടാം. 14ാം രാവിന്റെ തിറ പോലെ വന്നല്ലോ 17 കടവത്ത് കുടമുല്ല പുതല്ലോ. യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ. വന്ദേ മാരുതം. നമുക്ക് കിടന്ന് ഉറങ്ങിയാലോ? ശരിയാണ്, എനിക്ക് ഉറക്കം വരുന്നു. ഇവനോട് ആരും ഉറങ്ങാൻ പറഞ്ഞു. അങ്ങോട്ട് എന്താ ഡള്ളപ്പിന്റെ കിടക്കെ? പിന്നെ കെടുത്തിയാൽ അറിയാതെ നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാണല്ലേ? ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാണ്. നടുക്കൊരു കുരിശുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെ, 2 കള്ളന്മാരുടെ ഇടയ്ക്കാണല്ലോ യേശു ക്രിസ്തു കൊണ്ട് കിടന്നത്. അല്ല, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞങ്ങള് ലാഹോറിലെ ജംഗ്ഷനില്. ഈ ലാഹോർ ജംഗ്ഷനിൽ കാണുന്ന അങ്ങനത്തെ മുറുക്കക്കട അറിയാമോ? എനിക്കറിയാൻ പാടില്ല. ഞങ്ങൾക്കറിയാൻ പാടില്ല പറഞ്ഞില്ലേ? ഇതാണ് കുറച്ചുകൂടെ സമാധാനം. ബസ് സ്റ്റാൻഡ് ആയി തോന്നണം. ബസ് സ്റ്റാൻഡ് എത്തിയെന്നുണ്ടല്ലോ. ഹലോ, എഴുന്നേറ്റ സ്റ്റാൻഡായി. ഞങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഞാൻ വാങ്ങിച്ചിട്ട് വരാം. വേണ്ട. ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ഇന്ത്യക്കാരുടെ വെള്ളം ഞങ്ങൾക്ക് വേണ്ട. ഇന്ത്യക്കാരെന്ന് വെച്ചാൽ അതേ മര്യാദയുള്ളൂ. വേണ്ട, അങ്ങടെ വെള്ളം വാങ്ങിട്ട് വരട്ടെ. നാണാവൂലോട് ഇന്ത്യക്കാരുടെ വെള്ളം മേടിച്ചു കുടിക്കാൻ. പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ? അവന്റെ ചെരിപ്പൂടെ കണക്കാണ്. അതിനെന്താ? എന്ത് വൃത്തികേടാണോ താനീ കാണിക്കുന്നത്? ഒരാള് വെള്ളം മേടിച്ചിരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോ അയാളുടെ ചെരുപ്പിൽ തുപ്പി വയ്ക്കുക വേണത്. പിന്നെ ചെയ്യണത്? ഇവിടെ നമ്മൾ ചെരുപ്പ് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മാന്യമായിട്ട് തുപ്പടോ. ഇന്ത്യക്കാർക്ക് പറ്റുന്ന ഓരോരോ പറ്റേ. കണ്ടില്ലേ എങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യോജിക്കും? പാകിസ്ഥാനികൾ ഇന്ത്യക്കാരുടെ ചെരുപ്പിൽ തുപ്പി വയ്ക്കുന്നു. എന്നാൽ ഇന്ത്യക്കാരാകട്ടെ അവർ കൊടുക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, കൊച്ചിൻ ഗിന്നസിൻ്റെ മാർജിൻ ഫ്രീ കോമഡി ഷോ ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ഏപ്രിൽ മാസത്തോടുകൂടി ഞങ്ങളുടെ അടുത്ത ലോക പര്യടനം ആരംഭിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ ഗൾഫ് നാടുകളിൽ നിന്ന് ആരംഭിച്ച് അമേരിക്ക, കാനഡ, യൂറോപ്പ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, മലേഷ്യ, ആഫ്രിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ.